Hello. Good evening, everyone. Hi, all. So we are going to discuss D and F block elements. അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. Hi. Yes. Hello, Srilal. Anaga. Hello, everyone. Hello, Rupu. Ready? അപ്പോൾ നമ്മൾ ഇതിൽ basically we are going to study about the transition elements and inner transition elements, and let's see a few questions and the theories അല്ലെങ്കിൽ കോൺസെപ്റ്റുവൽ ആയിട്ട് എവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേന്നുള്ളത് നമുക്ക് നോക്കാം. ഹലോ എവരിവൺ. സോ ട്രാൻസിഷൻ എലിമെന്റ്സ് എന്താണ്, അതിന്റെ ബേസിക് ഡെഫിനിഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇറ്റ്സ് ഈസി അല്ലേ, കാരണം ഏറ്റവും ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ദർ ഷുഡ് ബി സം വാക്കൻസി ഇൻ ദ ഡി ഓർബിറ്റൽ ഐദർ ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓർ ഇൻ ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ജനറൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനിലേക്ക് പോകുമ്പോൾ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്ന് പറയുന്നവരെ പൊതുവെ നമുക്ക് ട്രാൻസിഷൻ എലിമെന്റ്സ് ആയിട്ട് പറയാൻ കഴിയാറില്ല. ബിക്കോസ് ദേ ആർ ഹാവിംഗ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് വിച്ച് മേക്ക് ദം not or which makes them non-typical transition elements. ഈ കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. റെഡി അല്ലേ? ഇപ്പൊ ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ പീരിയോഡിക് ടേബിളിൽ വരുന്ന ഡി ബ്ലോക്ക് എലിമെന്റ്സിനെ പല രീതിയിൽ നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യാം. ലൈക്ക് യു ഹാവ് ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ്, സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ്, തേർഡ് ട്രാൻസിഷൻ സീരീസ്, ഫോർത്ത് ട്രാൻസിഷൻ സീരീസ് എക്സെട്ര. സോ വിച്ച് ഈസ് ബേസിക്കലി 3D, 4D, 5D, 6D സീരീസ് ആയിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഏരിയ ഒന്ന് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ബേസിൽ നിന്നുള്ളത്, രണ്ട് അവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഇത് രണ്ടുമാണ് ഏറ്റവും ഫസ്റ്റ് വരുന്ന പ്രോപ്പർട്ടീസ് ആയി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യം. റെഡി? സോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അൺസെർട്ടനിറ്റി ഇൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് നമ്മുടെ ക്രോമിയത്തിനും കോപ്പറിനുമാണ്. അതിന്റെ റീസണും നമുക്ക് ക്ലിയർ ആണ്. ഡ്യൂ ടു ദി D5 ആൻഡ് D10 കോൺഫിഗറേഷൻ. ഇത് നമുക്ക് ക്ലിയർ ആണ്. അപ്പൊ പൊതുവെ നമ്മളൊരു കോൺഫിഗറേഷൻസ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി whenever you consider from scandium to zinc, സക്സസീവ് ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് നിർബന്ധമാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് വൺ ആഫ്റ്റർ ദി അതർ ആയിട്ടാണ് നമ്മൾ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്ത് വരേണ്ടത്. ഫോർ എക്സാമ്പിൾ സ്കാൻഡിയത്തിന് നിങ്ങൾ ലെറ്റ്സ് സേ 4s2 3d1 or 3d1 4s2 എന്ന് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തതിൽ 3d2 3d3 എന്നിങ്ങനെ പോവേണ്ടതുണ്ട്. പക്ഷേ ക്രോമിയത്തിലേക്ക് വരുമ്പോൾ 3d4 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിലും what is happening? One electron is jumping. And now the question, why the jumping is happening or why this jumping is becoming possible? എന്തുകൊണ്ടാണ് ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റലില് ഉണ്ടാക്കാൻ വേണ്ടി ഈ ജമ്പിങ് നടക്കുന്നത്? ദ ബെസ്റ്റ് വേ ഈസ് ടു കമ്പയർ ഇറ്റ് വിത്ത്, ശ്രദ്ധിക്കണേ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പൊതുവെ ക്രോമിയത്തിന്റെ കേസിൽ 3d4 4s2 എന്നാവേണ്ടിയിരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d5 4s1 ആയിട്ട് മാറുകയാണ്. So you understand that whenever you consider 4s and 3d energy, what is happening? 4sൽ 2 ഇലക്ട്രോണുകൾ ഉണ്ട് and the 1 electron is jumping into 3d. അങ്ങനെ ജമ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് 3d5 ആയിട്ട് മാറുന്നത്. എന്തിനാ ജമ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആവാൻ വേണ്ടിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും സ്റ്റേബിൾ ആവണമെങ്കിൽ ആരും ജമ്പ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ പറയാറുള്ളത് കാർബണിന്റെ കേസിൽ, വിച്ച് ഈസ് 2s2 2p3. റെഡി? അങ്ങനെയാണെങ്കിൽ എസ് എന്ന് നമുക്ക് ജമ്പ് ചെയ്തിട്ട് 2s2 2p2. അതെ എക്സാക്ട്ലി. അപ്പൊ കാർബണിന്റെ കേസിൽ നമുക്ക് 2s2 2p2 കോൺഫിഗറേഷൻ വാലൻസ് ഷെല്ലിലുണ്ട്. എന്തുകൊണ്ട് എസിലുള്ള ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്യുകയും 2s1 2p3 എന്നാവുകയും ചെയ്യുന്നില്ല? ബിക്കോസ് ദിസ് ഷുഡ് ബിക്കം പോസിബിൾ. p3 എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് പി കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ അല്ലേ? അത് ഒക്ടറ്റ് ആവുന്നതിന്റെ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആകുന്നതിന്റെ സൂചനയാണ്. സോ വൈ ദിസ് ഈസ് നോട്ട് ഹാപ്പനിങ്? അപ്പൊ എല്ലാ കേസിലും ജമ്പിങ് ഓഫ് ഇലക്ട്രോൺ ഇസ് നോട്ട് പോസിബിൾ. ചുമ്മാ നമുക്കൊരു ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽ ഉണ്ടാക്കാൻ വെറുതെ അങ്ങ് ജമ്പ് ചെയ്യാൻ കഴിയില്ല. സോ ദ ബേസിക് റീസൺ വിൽ ബി ലൈങ് on the energy difference. So why the jumping is becoming favorable? Because there is only a very small energy gap. അതാണ് റീസൺ. ആരൊക്കെ തമ്മില്?
between ns orbital and n-1d orbital. That is the reason for this uncertainty in electronic configuration. Second transition series like you have yttrium, zirconium, niobium, molybdenum, technetium, angane ruthenium, rhodium idilekku varumbada you are observing that, see, yttrium in the case the configuration is 4d1 5s2. Zirconium in the case okay, you are getting 4d2 5s2. അങ്ങനെയാണെങ്കിൽ നിയോബിയത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ it should be 4d3 5s2 ആണ് ആവേണ്ടത്. But here also one electron is jumping. പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാത്തിലും 4s2 കോൺഫിഗറേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, എക്സെപ്റ്റ് ഫോർ ദി ക്രോമിയം ആൻഡ് കോപ്പർ. ക്രോമിയത്തിലും കോപ്പറിലും മാത്രമേ ഈ ജമ്പിങ് നടന്നിട്ടുള്ളൂ. പക്ഷേ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിലേക്ക് വരുമ്പോൾ യിട്രിയം, സിർക്കോണിയം എന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിലെല്ലാം എസ് ഇലക്ട്രോണുകൾ ജമ്പ് ചെയ്യുന്നത് കാണാം. ആൻഡ് നൗ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ടു ബി നോട്ടഡ്. അതായത് കാഡ്മിയത്തിൽ എന്തായാലും ns2 n-1d10 കോൺഫിഗറേഷൻ ആണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടുപേരും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി വരുന്ന എല്ലാത്തിലും the s electrons are jumping into n-1d orbital. അപ്പൊ സ്റ്റേബിൾ ആവുക എന്നതിനേക്കാൾ ഉപരി the energy gap is favoring the jumping എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ? So you understand there is jumping happening from ns orbital to n-1d orbital. എന്തുകൊണ്ടാ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിൽ ഇത് കൂടുതൽ വിസിബിൾ ആവുന്നത്? ബിക്കോസ് സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിൽ വരുന്നത് 5s-ഉം 4d-യും ആണ്. ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിൽ വന്നിരിക്കുന്നത് 4s-ഉം 3d ആണ്. Now compare the difference in energy level. 4s-ഉം 3d-യും തമ്മിലുള്ള എനർജി ഗ്യാപ്പിനേക്കാളും കുറവാണ് നമ്മുടെ 5s-ഉം 4d-യും തമ്മിലുള്ള എനർജി ഗ്യാപ്പ്. അപ്പൊ എനർജി ഗ്യാപ്പ് കുറയുന്നതിനനുസരിച്ച് ഇലക്ട്രോണുകൾക്ക് ജമ്പ് ചെയ്യാനുള്ള സാധ്യത വരുന്നുണ്ടല്ലോ, ബിക്കോസ് ഇറ്റ് ഈസ് ഈസി ടു ജമ്പ് അല്ലെ. ദി ഹയർ എനർജി ലെവൽ ഈസ് വൺ സ്റ്റെപ്പ് അവേ ഫ്രം ദി ജമ്പിങ്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ജമ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ദ റീസൺ വൈ a large uncertainty is observed in second transition series. ഇത് നമുക്ക് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ അൺസർട്ടനിറ്റി നമ്മൾ കാണുന്നത് സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിലാണ്. എന്തുകൊണ്ടാണ്? അവരുടെ എനർജി ഗ്യാപ്പ് വളരെ കുറവാണ്. റെഡി? അപ്പൊ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മസ്റ്റാ. അതിൽ തന്നെ നിങ്ങൾക്ക് ഗോ ഫോർ പലേഡിയം. പലേഡിയത്തിന് ശരിക്കും നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം എന്നിങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പൊ പലേഡിയത്തിന്റെ കേസിൽ സത്യത്തില് നമുക്ക് വേണ്ടിയിരുന്നത് s2d8 കോൺഫിഗറേഷൻ ആണ്. ബട്ട് ദാറ്റ് ഈസ് s0d10 കോൺഫിഗറേഷൻ. അപ്പൊ അവിടെ 2 ഇലക്ട്രോണുകളും ജമ്പ് ചെയ്യുന്നു. So that you get a D10 configuration. Ready? Yes. Come to the third series. Third series ilekku varumbo ningal s electronugale compare cheya. There are 2 electrons. Yes. Last varunna rendu peril maatrame 1 electron from the s is jumping. Why? Satyathile taalekku varunnathinanussarichu you consider your 3D series, 4D series and 5D series. 3D സീരീസിൽ നമുക്ക് മനസ്സിലായി ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ജമ്പിങ് ഈസ് ഹാപ്പനിങ് ഡ്യൂ ടു ദി എനർജി ഗ്യാപ്പ്. 4D സീരീസിൽ അത് ഭയങ്കരമായിട്ട് കൂടി, അൺസർട്ടനിറ്റി കൂടി, കാരണം എനർജി ഗ്യാപ്പ് കുറഞ്ഞു. 5D സീരീസിൽ വരുമ്പോൾ വീണ്ടും എനർജി ഗ്യാപ്പ് കുറയുമല്ലോ. ബിക്കോസ് യു നോ ദാറ്റ് വെൻ യു മൂവ് അവേ ഫ്രം ന്യൂക്ലിയസിൽ നിന്ന് ദൂരേക്ക് പോകുന്നതിനനുസരിച്ച് എനർജി ലെവൽസ് കം ക്ലോസർ. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 6s-ഉം 5D-യും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് ഈവൻ ചെറുതായിരിക്കണം. അങ്ങനെയെങ്കിൽ there should be more jumping. s ഇലക്ട്രോൺസ് നന്നായിട്ട് ജമ്പ് ചെയ്യണം. ബട്ട് വൈ ഈസ് ദിസ് നോട്ട് ഹാപ്പനിങ്? എന്തായിരിക്കും നിങ്ങളുടെ മൂന്നാമത്തെ ട്രാൻസിഷൻ സീരീസിന് വരുന്ന പ്രത്യേകത? യു ഹാവ്, എന്താ പ്രത്യേകത? ബാക്കിയുള്ള കേസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യു ഹാവ് ലന്ധാനത്തിന് ശേഷം
നമുക്ക് ലാന്തനോയിഡുകൾ വരുന്നുണ്ട്. ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എഫ് ഇലക്ട്രോൺസ്. എഫ് ഇലക്ട്രോൺസ് ആർ പുവർ ഷീൽഡേഴ്സ്. ഷീൽഡിങ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ട് യെസ് ന്യൂക്ലിയർ അട്രാക്ഷൻ വിൽ ബി ഹൈ, റൈറ്റ്? സോ മോർ ദി ന്യൂക്ലിയർ അട്രാക്ഷൻ, difficult for the s electron to jump because the s electrons are well attracted. അങ്ങനെ 5D സീരീസിലേക്ക് വരുമ്പോൾ അൺസർട്ടനിറ്റി വീണ്ടും നിങ്ങൾക്ക് കുറയുന്നത് കാണാം. Now consider the next series. ഫോർത്ത് സീരീസ് കൺസിഡർ ചെയ്യുമ്പോൾ എസിലുള്ള ഇലക്ട്രോണുകളൊക്കെ 2 ആണ്. അതിൽ ഒരാൾ മാത്രമേ നമ്മുടെ എസ് എന്ന് ജമ്പ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അൺസർട്ടനിറ്റി ഏറ്റവും കൂടുതൽ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിനാണ്. തേർഡ് ഫോർത്ത് ട്രാൻസിഷൻ സീരീസ് വരുമ്പോഴേക്ക് ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും വരുമ്പോ എഫ് ഇലക്ട്രോണുകൾ വരുമ്പോ പുവർ ഷീൽഡിംഗ് ആയത് കാരണം യു ഹാവ് ഇൻക്രീസ്ഡ് ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോ നമ്മുടെ NS എന്ന അവസാനത്തെ എസ് ഓർബിറ്റലുകളെ നന്നായിട്ട് അട്രാക്ട് ചെയ്യാൻ കഴിയുന്നു. അങ്ങനെ അട്രാക്ട് ചെയ്താൽ the s orbitals are now contracted a little. 4 ഭാഗത്ത് നിന്നും ന്യൂക്ലിയസ് സെന്ററിലേക്ക് വലിച്ചു പിടിച്ചാൽ എസ് ഓർബിറ്റലിന് കോൺട്രാക്ഷൻ സംഭവിക്കും, which is your relativistic s orbital contraction. Okay? അപ്പൊ ഇങ്ങനെ എസ് ഓർബിറ്റൽ കോൺട്രാക്ഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തേർഡ് ട്രാൻസിഷൻ സീരീസിലും ഫോർത്ത് ട്രാൻസിഷൻ സീരീസിലും ഇത് സംഭവിക്കാത്തത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 1, 2, 3, 4 ട്രാൻസിഷൻ സീരീസുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എസ്പെഷ്യലി നിങ്ങളുടെ മിഡിലിൽ വരുന്ന ആൾക്കാരെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതിലൊക്കെ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. റെഡി? അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. And now moving to the physical properties of transition elements. Transition elements in the physical properties ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മെറ്റാലിക് ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് അറിയാം. മെർക്കുറി ഒഴികെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും സോളിഡ് ആണ്. ദേ ആർ മാലിബിൾ, ഡക്ടൈൽ, തെർമൽ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റീസ് ഒക്കെ കാണിക്കുന്നവരാണെന്നുള്ള കാര്യം നമുക്കറിയാം. ആൻഡ് യെസ്, നൗ ദ പോയിന്റ് ഹിയർ ടു ബി നോട്ടഡ് ഈസ് their lattice or their packing. പാക്കിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ പാക്കിംഗ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി സോളിഡ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പാക്കിംഗ് നമ്മളോട് ചോദിക്കാട്ടോ. അപ്പൊ പാക്കിങ്ങിന്റെ കേസിൽ നിങ്ങൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. ലിസൺ ഹിയർ, യു കൺസിഡർ CCP-യിൽ വരുന്ന ആൾക്കാരാണ് ദ ലാസ്റ്റ് 3. അതായത് എസ്പെഷ്യലി നിങ്ങൾക്ക് കോനിക്കു സീരീസുകളിലേക്ക് വരുമ്പോൾ കൊബാൾട്ട്, റോഡിയം, ഇറിഡിയം. ഹൗ വിൽ യു നെയിം ദിസ്? ഹൗ വിൽ യു റിമെമ്പർ? ദിസ് ഈസ് കൊറിയൻ. കൊബാൾട്ട്, റോഡിയം, ഇറിഡിയം. അതുപോലെ നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം, കോപ്പർ, സിൽവർ, ഗോൾഡ് എന്നിങ്ങനെ വരുന്നവരെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അത് CCP ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് തരുന്നത്. റെഡി? അപ്പൊ CCP-യുടെ കേസിൽ ആൻഡ് whereas iron gives you BCC. അപ്പൊ ഇങ്ങനെ നിങ്ങളോട് BCC ആണോ CCP ആണോ എന്നുള്ളത് ചോദിക്കാം. എളുപ്പത്തിന് എങ്ങനെ ഓർമ്മിച്ചു വെക്കണം? ആദ്യത്തെ 2 പേര് HCP ആണ്, പിന്നെ വരുന്നവര് BCC ആണ്. റെഡി? അതിൽ തന്നെ പിന്നെ വരുന്ന 2 പേര് BCC-യും ബാക്കിയുള്ളവർ HCP-യുമാണെന്ന് ഓർമ്മിക്കണം. റെഡിയാണോ? അതിൽ അയണിന് മാത്രമേ BCC എന്നുള്ളൊരു കാറ്റഗറി വരുന്നുള്ളൂ. ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് 2 പേര് നിങ്ങൾക്ക് സ്കാൻഡിയം, ടൈറ്റാനിയം ഗ്രൂപ്പിൽ വരുന്നവര് HCP ആണ്. പിന്നെ വനേഡിയം, ക്രോമിയം സച്ചിൻ ടെണ്ടുൽക്കർ, വിക്രമൻ, ഫെക്കോ നിക്കൂസൻ ആണ്. അപ്പൊ അതിപ്പോ തന്നെ മെമ്മറൈസ് ചെയ്ത് വെക്കുക. വനേഡിയം, ക്രോമിയത്തിലേക്ക് വരുമ്പം BCC ആണ്. പിന്നെയുള്ള മാംഗനീസിന്റെയും അയേണിന്റെയും വീണ്ടും HCP. അതിൽ അയേൺ മാത്രം BCC, അതിന്റെ ഗ്രൂപ്പ് മറ്റു ഗ്രൂപ്പുകൾ HCP. Then the remaining 3 groups will give you CCP. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. റെഡി അല്ലേ? പിന്നെ ഈ വരുന്നത് ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആണ്. യു ഹാവ് സ്ട്രോങ് മെറ്റാലിക് ബോണ്ടിങ്, therefore their melting point and boiling points are generally high. അതിന്റെ റീസൺ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. And yes, the same order of atomization will also be there. അതിന് തുല്യമായ atomization ഓർഡറുകളും നമുക്ക് കാണാം. ശ്രദ്ധിക്കേണ്ട കാര്യം, whenever you consider enthalpy of atomization, the highest enthalpy of atomization is always for vanadium. വനേഡിയത്തിനാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ വരുന്നത്. ഇതില് എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ ഏറ്റവും കുറവ് വരുന്നത് സിങ്കിനാണ്. യു കൻ സി ഇറ്റ് ഇൻക്രീസസ്, ദെൻ ഡിക്രീസസ്, ഇൻക്രീസസ് ആൻഡ് ഫൈനലി ഗിവ് യു ലീസ്റ്റ് വാല്യൂ. അതുകൊണ്ട് തന്നെ
മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷനും ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിക്കേണ്ടത് എന്താ? സിങ്കിനാണ് ഏറ്റവും കുറവ്. സീരീസ് മനപ്പാടാക്കാൻ ട്രിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. സച്ചിൻ ടെണ്ടുൽക്കർ, വിക്രമൻ, ഫെക്കോ, നിക്കൂസൻ എന്ന് നമുക്ക് ഓർമ്മിച്ചു വെക്കാം. സച്ചിൻ ടെണ്ടുൽക്കർ, വിക്രമൻ, ഫെക്കോ, നിക്കൂസൻ എന്ന് നമുക്ക് ഓർമ്മിച്ചു വെക്കാം. ആൻഡ് സി, ഇഫ് യു വാണ്ട് ടു മെമ്മറൈസ് ഹിയർ, ഇവിടെയാണ് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ച് വെക്കുക. ബിക്കോസ് ഈ മെമ്പേഴ്സിനെ എല്ലാവരെയും നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ യു ഹാവ് സ്കൈല. സ്കൈല എന്ന് ഓർമ്മിച്ചു കഴിഞ്ഞാൽ സ്കാൻഡിയം, യിട്രിയം, ലന്താനം കിട്ടും. ഈ ടൈറ്റാനിയം, സിർക്കോണിയം, ഹാഫ്നിയത്തിലേക്ക് വരുമ്പോൾ ദീസ് ടു ആർ ട്വിൻ എലിമെന്റ്സ്. അവരുടെ സൈസ് ഏതാണ്ട് സെയിം ആയതുകൊണ്ട് ട്വിൻ എലിമെന്റ്സ് എന്ന് പറയാം. യു ഹാവ് വനേഡിയം, നിയോബിയം, ടെന്റാലം. അപ്പോ വൻബൻറ്റ എന്നൊക്കെയാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. യു ക്യാൻ മെമ്മറൈസ് ദിസ് ലൈക്ക് ക്രീമോ. ക്രീമോ, ഐസ്ക്രീമോ എന്നൊക്കെ പറയുന്നത് പോലെ ക്രോമിയം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ. റെഡി ഇർഫു? ആൻഡ് ദെൻ മോനെ ടി സി റെഡി ആലോചിച്ചാൽ മതി. യു ഗെറ്റ് മാംഗനീസ്, ടെക്നീഷ്യം, റീനിയം. മാംഗനീസ്, ടെക്നീഷ്യം, റീനിയം, ക്രോമിയം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ ഇവരൊക്കെ ഒരേ ഗ്രൂപ്പിൽ വരുന്നവരാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. റെഡി? ദെൻ അയൺ, റുദീനിയം, ഓസ്മിയത്തിലേക്ക് വരുമ്പോൾ ഫിറൂസ് എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. ഫിറൂസ്, അയൺ, റുദീനിയം, ഓസ്മിയം. ആൻഡ് ദിസ് ഈസ് ഹിയർ കൊറിയർ. ഇത് കൊറിയർ ആണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആൻഡ് ദിസ് ഈസ് നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം. ഈ കോപ്പർ, സിൽവർ, ഗോൾഡിലേക്ക് വരുമ്പോൾ കോയിനേജ് മെറ്റൽസ് ആയിട്ട് ചെമ്പ്, വെള്ളി, സ്വർണം എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. ദിസ് ഈസ് സിങ്ക്. കടിച്ചു മരിച്ചു എന്നാണ് നമ്മൾ ഓർമ്മിച്ച് വെക്കാറുള്ളത്. സിങ്ക്, കടിച്ചു മരിച്ചു ഈസ് യുവർ മെർക്കുറി. റെഡി? റെഡി. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് കൂടെ വരുന്നവരുടെ ഒരു ഏകദേശ ഐഡിയ ഉണ്ടാക്കണം. എന്തിനാണെന്ന് അറിഞ്ഞോ? നിങ്ങളിപ്പോ ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും പഠിക്കുന്നു. സോ യു അണ്ടർസ്റ്റാൻഡ്, മാംഗനീസിലേക്ക് വരുമ്പോ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കുറയുന്നുണ്ട്. അപ്പൊ മോനെ ടി സി റെഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആയി. ക്രോമിയത്തിനേക്കാളും മെൽറ്റിംഗ് പോയിന്റ് കുറവാണ് മാംഗനീസിന് എങ്കിൽ ക്രീമോ, മോളിബ്ഡിനത്തിനേക്കാളും കുറവായിരിക്കും ടെക്നീഷ്യത്തിന്, അല്ലെ? ക്രീമോ, ഡബ്ല്യു, ടെങ്സ്റ്റണിനേക്കാളും കുറവായിരിക്കും റീനിയത്തിന്. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പറഞ്ഞത് ക്ലിയർ അല്ലേ? യെസ്, യെസ്. അപ്പോ സിമിലർ ട്രെൻഡ് തന്നെയാണ് എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷന് കാണാൻ പറ്റുന്നത്. അതിൽ ഏറ്റവും ഹയസ്റ്റ് എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ വനേഡിയത്തിനാണെന്നും ലോവസ്റ്റ് നമ്മൾ സിങ്കിനാണ് ലോവസ്റ്റ് എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ ഉണ്ടാവുന്നതെന്നൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ യെസ് മാംഗനീസിലേക്ക് വരും. യെസ്. ആൻഡ് നൗ another important part is the atomic and ionic radii. Atomic radiusum ionic radius ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ പൊതുവെ താഴേക്ക് വരുമ്പോൾ just see down the group atomic size increases എന്ന് പറഞ്ഞാൽ you consider skyla. Ready? You have skyla. സ്കാൻഡിയം, യിട്രിയം, ലന്താനം. ആരുടെ സൈസ് കൂടുതൽ? ലന്താനത്തിന്റെ സൈസ് കൂടുതൽ. ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ട്. സോ നാച്ചുറൽ ട്രെൻഡ് ആണ് സ്കാൻഡിയം ചെറുതും യിട്രിയം, ലന്താനം കൂടുകയും വേണം. റെഡി? യെസ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കൺസിഡർ ടൈറ്റാനിയം, സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം. ഒബ്വിയസ്ലി താഴെ വരുന്നവരുടെ സൈസ് കൂടുതലായിരിക്കണം. അപ്പൊ നിങ്ങളോട് ഗ്രൂപ്പ് വൈസ് സൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ക്രീമോടൊക്കെ ടങ്സ്റ്റൺ ആയിരിക്കും കൂടുതൽ സൈസ് ഉണ്ടാവുന്നത്. റെഡി? യെസ്. അപ്പൊ നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇത്രയേ ഉള്ളൂ. താഴേക്ക് വരുമ്പോൾ സൈസ് കൂടുന്നുണ്ട്. ബട്ട് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്? ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പൊതുവെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കയ്യിൽ ടൈറ്റാനിയത്തിന്റെ സൈസിനേക്കാളും കൂടുതലാണ് സിർക്കോണിയത്തിൻ്റെത്. പക്ഷെ അതിനേക്കാളും കൂടുതലാണ് ഹാഫ്നിയത്തിൻ്റെതെങ്കിലും ടൈറ്റാനിയത്തെക്കാളും എത്ര കൂടുതലാണോ സിർക്കോണിയം അത്ര തന്നെ ഇവർ കൂടുന്നില്ലല്ലോ. ബിക്കോസ് ദ ഇൻക്രീസ് ഈസ് വെരി ലെസ്. ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിൽ നിന്ന് സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിലേക്കുള്ള ഇൻക്രീസ് ഈസ് ക്വൈറ്റ് ലാർജ്. Whereas second to third the increase is not that much as we were expecting. അത്രയും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? There is something fishy happening to the third transition series. And you again remember, മൂന്നാമത്തെ ട്രാൻസിഷൻ സീരീസിൽ
നമുക്ക് ലന്ധാനത്തിന് ശേഷം ലാന്തനോയിഡുകൾ പ്രസന്റ് ആണ്. സോ ദ സെയിം റീസൺ വി ഗേവ് ജസ്റ്റ് ബിഫോർ, ലാന്തനോയിഡുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എഫ് ഇലക്ട്രോണുകൾ പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ പുവർ ഷീൽഡേഴ്സ്, ഇൻക്രീസ്ഡ് ന്യൂക്ലിയർ ചാർജ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന സൈസ് ഹഫ്നിയത്തിന് വരുന്നില്ല. എഫ് ഇലക്ട്രോണുകൾ കാരണം കൂടേണ്ടിയിരുന്ന സൈസ് ജസ്റ്റ് കോൺട്രാക്ട് ചെയ്തപ്പോൾ their size is almost similar. And you can have questions from this. ഇതിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. വിൽ ബി സീയിങ് ദാറ്റ് ക്വസ്റ്റ്യൻ. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഏതിനാണ് അടുത്തടുത്ത സൈസ് ഉള്ളത് എന്ന ചോദ്യം നമുക്ക് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ട്രാൻസിഷൻ സീരീസുകൾ ഉണ്ടാവണം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതില് സിർക്കോണിയം ഹഫ്നിയം കൺസിഡർ ചെയ്യുമ്പോൾ സിർക്കോണിയത്തിന്റെ അറ്റോമിക് സൈസ് 160 പൈക്കോമീറ്ററും തൊട്ട് താഴെ വരുന്ന ഹഫ്നിയത്തിന് ഏതാണ്ട് അതേ സൈസ് ഓർ ഇറ്റ് ഈസ് 159 പൈക്കോമീറ്റർ. ഈ വാല്യൂസ് നോക്കി വെക്കാം. റെഡി? അതാണ് ശ്രദ്ധിക്കാനുള്ളത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി അറ്റോമിക് സൈസ്. അത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത് അയണൈസേഷൻ എൻതാൽപ്പിയാണ്, അയണൈസേഷൻ എനർജി. അപ്പൊ അയണൈസേഷൻ എനർജീസിന്റെ വാല്യൂ എടുക്കുമ്പോൾ ആ വാല്യൂസ് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നുണ്ട്. സി ദിസ് ഈസ് ദി ഗ്രാഫ്. അയോണൈസേഷൻ എൻതാൽപ്പീസിന്റെ ബേസിൽ നിങ്ങൾക്ക് വരുന്ന ഗ്രാഫ് ഇതാണ്, കൂടിയും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം അത്. So you understand this. Let us talk about the first ionization enthalpy. First ionization enthalpy ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഈ അയണൈസേഷൻ എൻതാൽപ്പിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? സി യു ഹാവ് സ്കാൻഡിയം, ടൈറ്റാനിയം, then you have vanadium, chromium, manganese, iron, cobalt, nickel, copper, right? ഇങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ വരുന്നത് ഇഫ് യു ഹാവ് സിങ്ക്. ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ വരുന്നത് സിങ്കിനാണ്. സിങ്ക് മാറ്റി നിർത്തിയാൽ ഒബ്വിയസ്ലി സിങ്കിന്റെ അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും ബിക്കോസ് ഓഫ് ദി സ്റ്റേബിൾ കോൺഫിഗറേഷൻ. ശ്രദ്ധിക്കുക, then you have iron, cobalt, copper and nickel. So സിൻഫെ കൊക്കൂനി എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം, ഓർ സിൻ ഫിക്കോക്കോ. സോ ദിസ് ഈസ് യുവർ സിൻ ഫിക്കോക്കോ. റെഡി? സിൻ ഫിക്കോക്കോ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അയണൈസേഷൻ എൻതാൽപ്പിയുടെ ഇൻക്രീസിങ് ഓർഡർ നിർബന്ധമായിട്ട് പഠിക്കുക. ചില സമയത്ത് കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞുമാണ്, ഇറഗുലർ ആയിരിക്കുന്ന ട്രെൻഡുകളാണ് അയോണൈസേഷൻ എൻതാൽപ്പിയിൽ നമ്മൾ കാണുന്നത്. ഈവൻ ദി സൈസ് മാത്രമല്ല അതിന് റെസ്പോൺസിബിൾ ആവുന്നത്, അയോണൈസേഷൻ പ്രോസസ് കൂടിയാണ്. ഇപ്പൊ സൈസ് നോക്കുമ്പോഴും സി വി ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട് ദി സൈസ് ആൻഡ് ഡിഡ് യു ഒബ്സർവ് ദി ട്രെൻഡ് ഹിയർ? സൈസ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ it initially decreases to manganese, then it is almost same to nickel, then it increases slightly. ഇങ്ങനെ ഒരു ഇറഗുലർ ട്രെൻഡ് സൈസിലുണ്ട്. അതുകൊണ്ട് തന്നെ അയോണൈസേഷൻ എൻതാൽപ്പിയിലും ഇറഗുലർ ട്രെൻഡുകൾ വരാം. അപ്പൊ ഞാൻ പറഞ്ഞത് യു ഹാവ് സിൻ ഫിക്കോക്കു. സിൻ ഫിക്കോക്കു ആണ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ നീ മണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം, വിച്ച് ഈസ് നിക്കൽ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഹാവ് മാംഗനീസ്. ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. Okay, nickel, manganese, Ni-Mandi, right? So you have titanium as well. So Zin Fikoku Ni-Mandiile നിങ്ങൾക്ക് നിക്കലും മാംഗനീസും ടൈറ്റാനിയം ആണ്. സെറ്റ്. റെഡി അല്ലേ? യെസ് യെസ് യെസ്. ആൻഡ് ദെൻ യു ഹാവ് ക്രെവിസ്കോ. വിസ്കോ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സോ ഐ റിമെമ്പർ ലൈക്ക് ക്രെവിസ്കോ. സോ ദിസ് ഈസ് ഫൈൻ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കോപ്പറിനാണ് ഏറ്റവും ഹയസ്റ്റ് വരുന്നത്. കോപ്പർ കഴിഞ്ഞിട്ട് മാത്രമേ സിങ്ക് വരുന്നുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പിയിലും നമുക്ക് കിട്ടുന്നത് ഇതിന് സിമിലർ ആയിട്ടാണ്. സിങ്ക് ആണ് ഏറ്റവും ഹയസ്റ്റ് വരുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന അയോണൈസേഷൻ എൻതാൽപ്പീസ് ശ്രദ്ധിച്ചാൽ the thing which is very important here is, let us consider iron. ഞാൻ അയണിന്റെ കേസ് ആണ് കൺസിഡർ ചെയ്യുന്നത് എന്ന് വിചാരിക്കണം. തിങ്ക് അബൌട്ട് ദി പ്രോസസ് എ ലിറ്റിൽ ബിറ്റ്. പ്രോസസ് ഒന്ന് ശ്രദ്ധിക്കണേ. സോ യു ഹാവ് അയൺ വിച്ച് ഈസ് ബേസിക്കലി 4s2 3d6. സോ ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് 3d6 4s2. അപ്പൊ നിങ്ങൾ ഇതിന്റെ എനർജി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, യു നോ ബേസിക്കലി വാട്ട് ഈസ് ഹാപ്പനിങ്.
energy 3D forest 3D forest considering by energy difference is there, and let us say you are removing the electrons from basically 3D. See, this is very important. ഇപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്ന, let us consider the energy. ഞാൻ ഈ എനർജിയുടെ ഡയഗ്രാം ആയിട്ട് പറയുകയാണെങ്കിൽ, you have forest, then you have 3D. ഇങ്ങനെയാണ് നമ്മൾ ഓഫ് ബോ പ്രിൻസിപ്പിൾ പ്രകാരം അല്ലെ ഫോറസ്റ്റ് കഴിഞ്ഞിട്ടാണ് 3D ഉള്ളതായിട്ട് കാണിക്കുന്നത്. ഇനി അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഫോറസ്റ്റില് 2 ഇലക്ട്രോണും 3Dയിൽ 6 ഇലക്ട്രോണുകളും നമുക്ക് കാണാം. And when you remove 1 electron, the outermost electron is actually removed from the loosely bounded 3D orbital. അപ്പൊ സത്യത്തിൽ 3D ഇലക്ട്രോൺ ഓർബിറ്റലിൽ നിന്നുമാണ് നമ്മൾ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യേണ്ടത്. ഫൈൻ, അയോണൈസേഷൻ ആണല്ലോ, റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ആണല്ലോ. ലെറ്റ് us remove the electron from 3D. that is okay. 3D ന്ന് റിമൂവ് ചെയ്യാം. and what do you get? 3D ന്ന് ഞാൻ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തു. you still have forest 2 electron and now you have 3D5. ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. so basically the removal of electron is happening from 3D. പക്ഷേ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞോ? once you disturb the system, നിങ്ങൾ ഈ സിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്തപ്പോഴേക്കും എന്തായാലും നനഞ്ഞു, എന്നാ പിന്നെ കുളിച്ചു കയറാന്നുള്ള രീതിയായി. ഇപ്പൊ അയൺ മര്യാദക്ക് അനങ്ങാതെ നിൽക്കുന്ന അയേണിനെ നിങ്ങൾ പോയി ഒരു ഇലക്ട്രോൺ എടുത്തു എന്ന് പറഞ്ഞ അയേണിനെ നിങ്ങൾ Fe+ ആക്കി എന്നർത്ഥം. വെറുതെ ഇരുന്നിരിക്കുന്ന അയേണിനെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴേക്ക് Fe+ ആക്കി എന്നർത്ഥം. അപ്പൊ എന്താ അയേൺ ചിന്തിക്കുക? പോസിറ്റീവ് ചാർജ് ആയിട്ടുണ്ട്, പൊതുവെ ന്യൂട്രൽ സിസ്റ്റംസ് ആയിരിക്കണം എനർജി വൈസ് കൂടുതൽ സ്റ്റേബിൾ ആവേണ്ടത്. പോസിറ്റീവ് ആയി എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് ആയി എന്നാണ് അർത്ഥം. സോ യു ഹാവ് ടു മേക്ക് ദിസ് പോസിറ്റീവ് ചാർജ് ലിറ്റിൽ മോർ സ്റ്റേബിൾ. കുറച്ചുകൂടി സ്റ്റേബിൾ ആക്കാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. അതിന്റെ ഫലമായിട്ട് റിവേഴ്സൽ ഓഫ് എനർജി ഈസ് ഹാപ്പനിങ്, വേർ the 3D orbitals will be now at lower energy and the forest orbitals are now at higher energy. This point is extremely important. പറഞ്ഞിരിക്കുന്ന കാര്യം ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ ഡിസ്റ്റർബൻസിന്റെ ഭാഗമായിട്ട് കുറച്ച് എനർജി സേവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് റിവേഴ്സൽ ഓഫ് എനർജി ഇവിടെ സംഭവിച്ചത്. ആൻഡ് വാട്ട് ഈസ് ദി ബെനിഫിറ്റ് ഓഫ് റിവേഴ്സിങ് എനർജി? അതായത് നേരത്തെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ 5 ഇലക്ട്രോണുകളാണ് ഹയർ എനർജിയിൽ ഇരിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ഇതിനെ റിവേഴ്സ് ആക്കി കഴിഞ്ഞാൽ ആ 5 ഇലക്ട്രോണുകൾ ലോവർ എനർജിയിൽ വരുമല്ലോ. ഫോറസ്റ്റിൽ ആകെ കൂടി 2 ഇലക്ട്രോണുകളേ ഉള്ളൂ. ആൻഡ് ദിസ് മേക്സ് ദ സിസ്റ്റം ലിറ്റിൽ മോർ സ്റ്റേബിൾ. അപ്പൊ ബേസിക്കലി നമുക്ക് സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. സോ നൗ യു ഹാവ് ദിസ് സിസ്റ്റം. റെഡി? ദിസ് ഈസ് ഹാപ്പനിങ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണ് നമ്മൾ എഴുതുമ്പോൾ റിവേഴ്സൽ ഓഫ് എനർജി സംഭവിക്കുന്നുണ്ട്. ആൻഡ് നൗ താഴെ 3D ഓർബിറ്റലിൽ 3D5 ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 5 ഇലക്ട്രോണുകളെ കൂടി ഉൾക്കൊള്ളിക്കാൻ അവിടെ സ്ഥലം ബാക്കിയുണ്ട്. ഫോറസ്റ്റിലുള്ള ഇലക്ട്രോൺ ഇപ്പോ ഹൈ എനർജിയിലാണ്. വേണമെങ്കിൽ അവർക്ക് താഴോട്ടേക്ക് വരാം. ആൻഡ് ദിസ് വിൽ ഹാപ്പൻ ഓട്ടോമാറ്റിക്കലി. ഇതെന്തായാലും സംഭവിക്കും. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ ഫൈനലി യു ഗെറ്റ് ഫോറസ്റ്റ് 0 ആൻഡ് യു ഗെറ്റ് 3D7. അങ്ങനെ നിങ്ങൾക്ക് Feയിൽ നിന്നും Fe+ ഉണ്ടാക്കി നമുക്ക് കിട്ടിയിരിക്കുന്നത്, വീണ്ടും ഞാൻ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, നിലവിൽ നിങ്ങൾക്ക് 3D7 ഫോറസ്റ്റ് 0 എന്നാണ് ഉള്ളത്. അടുത്ത ഒരു ഇലക്ട്രോണിനെ കൂടി ഞാൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ യു ഗെറ്റ് 3D6 ഫോറസ്റ്റ് 0. അപ്പൊ ഫൈനലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡി ബ്ലോക്ക് എലിമെന്റ്സിനെ സംബന്ധിച്ച് അതിന്റെ മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൊതുവെ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് വരും +2 ആണ്. അപ്പൊ +2 എന്ന് പറഞ്ഞാൽ മിനിമം 2 ഇലക്ട്രോണുകളെ എങ്കിലും നമ്മൾ മാറ്റേണ്ടതുണ്ട്. അങ്ങനെ മിനിമം 2 ഇലക്ട്രോണുകളെ നിങ്ങൾ മാറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 2 s ഇലക്ട്രോണുകൾ പോയി എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? 3D6 ഫോറസ്റ്റ് 2 എന്നുള്ള കേസ്
3d6 4s 0 ആയിട്ട് മാറി. അപ്പൊ എസ് എന്നാണ് ഇലക്ട്രോണുകൾ പോയതെന്ന് നമുക്ക് തോന്നും. പക്ഷെ സത്യത്തിൽ ഓരോ പ്രോസസ്സ് നോക്കുമ്പോഴും യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഫ്രം 3D. 3Dയിൽ നിന്നാണ് ആദ്യത്തെ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയത്. എന്നിട്ട് എനർജി എക്സ്ചേഞ്ച് ചെയ്ത് എസ് ഇലക്ട്രോണ് കംപ്ലീറ്റ് താഴെ വരുന്നു. ശേഷം 3Dയിൽ മാത്രം ഇലക്ട്രോണുകൾ ബാക്കിയാവാണ്. അപ്പൊ 3D ഇലക്ട്രോണുകളാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ വി ഫീൽ ലൈക്ക് 4s ഇലക്ട്രോണുകൾ റിമൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാം. അതുകൊണ്ടാണ് ഇത്രയും അൺസെർട്ടനിറ്റി അല്ലെങ്കിൽ ഇത്രയും വേരിയേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റെഡി അല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ടേബിളുകളാണ്. അറ്റോമിക് നമ്പറുകൾ അറിയണം. സച്ചിൻ ടെണ്ടുൽക്കർ, വിക്രമൻ, ഫെക്കോ, നിക്കൂസനിലേക്ക് വരുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഹയസ്റ്റ് വനേഡിയത്തിനാണെന്നും പിന്നെ സിങ്കിനാണെന്നും മനസ്സിലാക്കണം. സിങ്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാംഗനീസിലേക്ക് വരാം. അയണൈസേഷൻ എൻതാൽപ്പിയില് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും ഹയസ്റ്റ് സിങ്കിനാണ്. തേർഡ് അയണൈസേഷൻ എൻതാൽപ്പിയും ഏറ്റവും ഹയസ്റ്റ് സിങ്കിനാണ്. സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും ഹയസ്റ്റ് വന്നിരിക്കുന്നത് കോപ്പറിനാണ്. റെഡി? അപ്പൊ അയണൈസേഷൻ എൻതാൽപ്പിയിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വ്യത്യാസം വരുന്നു എന്ന് ചോദിച്ചാൽ ഗോ ബാക്ക് ടു ദി പ്രോസസ്. ഫസ്റ്റ് പ്രോസസ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഫ്രം 3D. സെക്കൻഡ് പ്രോസസ് റിവേഴ്സൽ ഓഫ് എനർജി. തേർഡ് പ്രോസസ് ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺ. അങ്ങനെ ഈ 3 പ്രോസസ്സുകളുടെയും എനർജി ആഡ് ചെയ്യുമ്പോഴാണ് അയോണൈസേഷന്റെ ഹോൾ എനർജി ചെലവ് എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ചില കേസുകളിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു റിമൂവ് ദ ഇലക്ട്രോൺ. യു കൺസിഡർ വൈ സിങ്ക് ഈസ് ഹാവിംഗ് ദി ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. എന്തുകൊണ്ടാണ് സിങ്കിന് ഏറ്റവും ഹയസ്റ്റ് ആയത്? ബിക്കോസ് സിങ്കിൽ 3d10 ആണ്. ആൻഡ് റിമൂവൽ ഓഫ് 3d10 ഈസ് വെരി ഡിഫിക്കൽട്ട്. റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഓരോന്നിന്റെയും ഓരോ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളാണ് നിങ്ങൾക്ക് ഇത്രയും വെറൈറ്റി അല്ലെങ്കിൽ വേരിയേഷന് കാരണമാകുന്നത്. റെഡി? അപ്പൊ ടോക്കിംഗ് അബൌട്ട് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. അതിൽ ഒരാളെ നിങ്ങൾക്ക് മാറ്റി നിർത്തേണ്ടതുണ്ട്, കോപ്പർ. കോപ്പറിൽ മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. അതിന്റെ കാരണം കോപ്പർ നമുക്കറിയാം 4s1 ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയണം. ഓക്കെ, കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും. സ്കാൻഡിയത്തിന്റെ കേസിൽ ദിസ് വാസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. സ്കാൻഡിയത്തിന് പറ്റുന്ന പോസിബിലിറ്റി +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, യെസ്, റെഡി അല്ലേ? റെഡി അല്ലേ? ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തരുന്നത് ആരാണ്? മാംഗനീസ് ആണ്. അപ്പം ഓരോന്നിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. മാംഗനീസ് വരെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ 4sലുള്ള ഇലക്ട്രോണും 3Dയിലുള്ള ഇലക്ട്രോണുകളും ആഡ് ചെയ്ത് പറഞ്ഞാൽ മതി. ഉദാഹരണം, സ്കാൻഡിയത്തില് 4s2 3d1 ആണ് കോൺഫിഗറേഷൻ. അപ്പൊ ഹയസ്റ്റ് കോൺഫിഗറേഷൻ എസ് എന്നും ഡി എന്നും പോയി +3 ആണ്. ടൈറ്റാനിയത്തിന്റെ കേസിൽ 4s2 3d2 ആണ്. സോ എസിലുള്ള 2ഉം ഡിയിലുള്ള 2ഉം രണ്ടും കൂടി +4. This is 4s2 3d3, you get +5. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ക്രോമിയത്തിന്റെ കേസിലാണെങ്കിൽ 4s1 3d5 ആണ്, ടോട്ടൽ +6 ആണ്. മാംഗനീസിൽ 4s2 3d5 ആണ്, ടോട്ടൽ +7. അപ്പൊ മാംഗനീസ് വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു, പിന്നീട് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റെഡി അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ഇനി അങ്ങോട്ട് അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്കിലൊക്കെ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്സിഡേഷൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്ന് അറിഞ്ഞോ? ദ ഇമ്പോർട്ടന്റ് പോയിന്റ്, പി ബ്ലോക്ക് എലിമെന്റ്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് ഇനേർട്ട് പെയർ എഫക്റ്റ് ആണ്. പക്ഷേ ഡി ബ്ലോക്കിലേക്ക് വരുമ്പോ higher oxidation state becomes more stable down the group. Very, very important. നമ്മൾ പഠിച്ചിരിക്കുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരു
പി ബ്ലോക്ക് എലിമെന്റ് ആണെങ്കിൽ താഴേക്ക് വരുമ്പോൾ എസ് ഇലക്ട്രോണുകൾ ഇനേർട്ട് ആവുന്നു. അങ്ങനെ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് സ്റ്റേബിൾ എന്നാണ് പറയാറുള്ളത്. ബട്ട് ഹിയർ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആർ മോർ സ്റ്റേബിൾ. സോ ലെറ്റ് മീ ആസ്ക് യു, ഇഫ് യു ആർ ഗിവൺ വിത്ത് എ CREMO where you have CrO3, molybdenum oxide and tungsten oxideകൾ തന്നു. ചോദ്യം ഇതാണ്, which is strong oxidizing agent? What is your answer? തന്നിരിക്കുന്നതിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണെന്ന് പറയാമോ? ക്യുക്ക്, പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ഏതായിരിക്കും നിങ്ങളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? CrO3 ആണോ, MOO3 ആണോ, WO3 ആണോ? വിച്ച് വിൽ ബി യുവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ആലോചിച്ച് നോക്കണം. CREMO, they belong to the same group. എല്ലാത്തിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ്. താഴേക്ക് വരുന്നതിനനുസരിച്ച് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതൽ സ്റ്റേബിൾ ആകും. അപ്പൊ സ്റ്റേബിൾ ആകുന്ന ഒരാളെ സംബന്ധിച്ച് അതിൽ നിന്ന് മാറാൻ താല്പര്യം കുറവായിരിക്കും. ഓക്സിഡൈസിങ് ഏജന്റുകൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റിഡക്ഷൻ നടക്കുന്നവരാണ്. സ്റ്റേബിൾ ആയിരിക്കുന്നവർക്ക് റിഡക്ഷൻ നടക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ലെസ് ടെൻഡൻസി ടു അണ്ടർഗോ റിഡക്ഷൻ. റിഡക്ഷൻ പെട്ടെന്ന് നടക്കുന്നവരാണ് നല്ല ഓക്സിഡൈസിങ് ഏജന്റ്. സോ യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണെന്ന് പറയാം. യെസ് കിഷൻ, ഇങ്ങനെ നമുക്ക് പറയാം. ഹലോ ഗോപിക ശിവാനി, യെസ്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്, വിച്ച് ഈസ് E0 അല്ലെ? അപ്പൊ ഓൾറെഡി ഇപ്പൊ ഗോപിക, കിഷൻ, എവ്രിബഡി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മുടെ ഒരു റിവിഷൻ ഫോം കൂടിയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലില് ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരുന്നു ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്? 3 ഫാക്ടേഴ്സ് ആണ്. വൺ ഈസ് സബ്ലിമേഷൻ എൻതാൽപ്പി, അയോണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. അതായത് whenever you consider electrode potential, that is your reduction potential. And reduction potential എന്ന് പറഞ്ഞാൽ tendency to undergo reduction ആണ്. Let us consider their oxidation potential. അതിന്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മെറ്റൽ M2+ ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കോപ്പർ 2+ ആയിട്ട് എക്വ സൊല്യൂഷനിൽ മാറുന്നു. അത് നിങ്ങൾ ആലോചിക്കണം. കോപ്പർ എന്ന് പറയുന്നത് സോളിഡ് ആണ്. വെള്ളത്തിലേക്ക് ചേരുമ്പോൾ അതിന് ഓക്സിഡേഷൻ നടന്നാൽ അത് എക്വസ് എന്ന് പറയണം. ആൻഡ് യു ഹാവ് ടു ബി വെരി കെയർഫുൾ ഹിയർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ആലോചിച്ച് നോക്കുക, നമ്മുടെ കയ്യില് സോളിഡ് ആയിരിക്കുന്ന മെറ്റൽ ഇവിടെ എക്വസ് ആണ്. അപ്പൊ M2+ എക്വസ് ആവുന്നതിന് വേണ്ടി ഗ്യാഷ്യസ് ആയിരിക്കുന്ന M2+നെ വെള്ളത്തിലിടുമ്പോഴല്ലേ എക്വസ് ആവാം. എന്ന് പറഞ്ഞാൽ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഈസ് അസോസിയേറ്റഡ്. അവിടെ ഹൈഡ്രേഷൻ എൻതാൽപ്പി ആവശ്യമാണ്. കൺസ്ട്രക്ട് ബോണ്ട് ഹേബർ സൈക്കിൾ. M2+ gas is giving you M2+ aqueous by dissolving in water. അങ്ങനെ വെള്ളം ചുറ്റും വരുന്നതിന് ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് പറയും, which is actually the energy released. ഈ M2+ അവിടെ ഓൾറെഡി ഇരിക്കുകയാണ്. And what next? You have മെറ്റൽ ഗ്യാസിൽ നിന്നുമാണ് M2+ ഗ്യാസ് ഉണ്ടാവുക. അപ്പൊ മെറ്റലിനെ മെറ്റൽ 2+ ആക്കണമെങ്കിൽ 2 ഇലക്ട്രോണുകളെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടേ? So that means you have first ionization enthalpy and second ionization enthalpy required to make M2+. സോളിഡിൽ ഇരിക്കുന്ന ഒരാളെ ഗ്യാസ് ആക്കണമെങ്കിൽ you need sublimation, or let's call it as atomization. So this is sublimation enthalpy. എന്ന് പറഞ്ഞാൽ the whole process of oxidation is decided by sublimation enthalpy, ionization enthalpies and hydration enthalpy. ഈ 3 കാര്യങ്ങളാണ് ഓക്സിഡേഷനെ സ്വാധീനിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചേ. പൊതുവെ ഒരു റിയാക്ഷൻ ഫീസിബിൾ ആകുന്നത് ΔH നെഗറ്റീവ് ആകുമ്പോഴാണ്. സബ്ലിമേഷൻ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീറ്റ് ചെയ്യണം, ചൂടാക്കണം. സോ ദിസ് ഈസ് എനർജി സപ്ലൈഡ്. അത് പോസിറ്റീവ് എനർജി അല്ലേ? എനർജി സപ്ലൈഡ് ഈസ് വാട്ട്? പോസിറ്റീവ് എനർജി. അയോണൈസേഷൻ എൻതാൽപ്പി കൊടുക്കുക ചെയ്യാം. അപ്പൊ മെറ്റലിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എനർജി നീഡ് ടു ബി സപ്ലൈഡ്. സോ ദീസ് ആർ ഓൾസോ പോസിറ്റീവ് എനർജി. Whereas hydration enthalpy is released.
അപ്പൊ ഹൈഡ്രേഷൻ എൻതാൽപ്പി നെഗറ്റീവ് ആണ്. പറഞ്ഞു വരുന്നത് ഒരാളുടെ ഓക്സിഡേഷൻ റിയാക്ഷൻ വളരെ പെട്ടെന്ന് നടക്കണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി നെഗറ്റീവ്. എന്ന് പറഞ്ഞാൽ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഒന്നുകിൽ കൂടുതലായിരിക്കണം, അപ്പോഴല്ലേ നെഗറ്റീവ് വാല്യൂ കൂടുക. അതല്ലെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പീസ് കുറവായിരിക്കണം, അപ്പൊ പോസിറ്റീവ് വാല്യൂ കുറയും. ആൻഡ് സബ്ലിമേഷൻ എൻതാൽപ്പി കുറവായിരിക്കണം. ഈ ക്രൈറ്റീരിയകളാണ് ഒരാളെ ഓക്സിഡേഷൻ നടക്കുന്നതിനെ ഗവേൺ ചെയ്യുന്നത്. യു ആർ ഗെറ്റിംഗ് ദി പോയിന്റ്? ഇതാണ് ഒരാളുടെ ഓക്സിഡേഷൻ നടക്കുന്നതിനെ ഗവേൺ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, when we talk about റിഡക്ഷൻ ഗവേൺ ചെയ്യണമെങ്കിൽ ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറവായിരിക്കണം. ഇനി അതല്ലെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പീസ് കൂടുതലായിരിക്കണം, സബ്ലിമേഷൻ എൻതാൽപ്പിയും കൂടുതലായിരിക്കണം. അങ്ങനെ റിഡക്ഷൻ ഗവേൺ ചെയ്യുന്ന, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുന്ന, E0 വാല്യൂ കൂടാനുള്ള ഫാക്ടേഴ്സ് ലോവർ ഹൈഡ്രേഷൻ എൻതാൽപ്പി, ഹയർ അയണൈസേഷൻ എൻതാൽപ്പീസ് and higher sublimation enthalpies. And now you can give the individual reasons. ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഗ്രാഫ് വളരെ പ്രധാനപ്പെട്ടതാണ്. NCERT-യിൽ കൊടുത്തിരിക്കുന്ന ഗ്രാഫാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലുള്ള റീസണിങ് ചോദ്യങ്ങളും പോസിബിൾ ആണ്. പൊതുവെ നിങ്ങൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോ E0 വാല്യൂ കൂടുന്നത് കാണാം. വാട്ട് ഈസ് ദ റീസൺ? ഇതിൽ എന്തായിരിക്കും റീസൺ? എന്താ നിങ്ങളുടെ ആൻസർ? E0 വാല്യൂ കൂടുന്നതിന്റെ റീസൺ എന്തൊക്കെയാണ്? E0 വാല്യൂ കൂടണമെങ്കിൽ എന്തൊക്കെയാ ഉണ്ടാവേണ്ടത്? ഒന്നുകിൽ ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറവായിരിക്കണം, അതല്ലെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പീസ് കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ സബ്ലിമേഷൻ എൻതാൽപ്പീസ് കൂടുതലായിരിക്കണം. ആ 3 കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞു. അപ്പൊ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ പൊതുവെ E0 വാല്യൂ കൂടുന്നു എന്നാണ് പറയുന്നത്. Can you talk in terms of hydration enthalpy? അതിന്റെ റീസൺ ഹൈഡ്രേഷൻ എൻതാൽപ്പി ആയിരിക്കും. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ സൈസ് കുറേശ്ശെ കുറയുന്നുണ്ട്. പക്ഷെ സൈസ് കുറയുമ്പോൾ ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുകയല്ലേ ചെയ്യുക? യെസ്, സൈസ് കുറയുമ്പോൾ ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുക ചെയ്യുക. പക്ഷെ ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുന്നു എന്നുള്ളത് ഇവിടെ ഒരു റീസൺ അല്ല. ബിക്കോസ് ലോവർ ഹൈഡ്രേഷൻ എൻതാൽപ്പി ആയിരുന്നുവെങ്കിൽ അത് E0 വാല്യൂയെ നേരെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞങ്ങ് എഴുതായിരുന്നു. And here the reason is not hydration enthalpy, because hydration enthalpy is not decreasing. Hydration enthalpy കുറഞ്ഞു എന്ന് കിട്ടിയെങ്കിൽ ഡയറക്റ്റ് അത് പറയാം. അപ്പൊ നിങ്ങൾ അടുത്ത ഫാക്ടർ ആലോചിക്കണം. റോണിക്ക് മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് think about ionization enthalpy. Yes, left to the right ലേക്ക് വരുമ്പോൾ somewhat the ionization enthalpy is increasing. Ionization enthalpyയും സബ്ലിമേഷൻ enthalpyയും കൂടുന്നത് കൊണ്ടാണ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ E0 വാല്യൂ കൂടുന്നത്. മേക്ക് സെൻസ്. അങ്ങനെ പ്രോപ്പർ ആയിരിക്കുന്ന റീസൺ ഐഡന്റിഫൈ ചെയ്യണം. റെഡി? ഇനി അടുത്ത ചോദ്യം, നമ്മുടെ കയ്യില് മാംഗനീസിന് വളരെ ലോ E0 വാല്യൂ ആണ്. എന്തുകൊണ്ടാണ് മാംഗനീസിന്റെ E0 വാല്യൂ കുറഞ്ഞത്? എന്തുകൊണ്ടാണ് മാംഗനീസിന്റെ E0 വാല്യൂ കുറഞ്ഞത്? ഇതിലേത് ഫാക്ടർ ആയിരിക്കും മെയിൻ റീസൺ? ഹൈഡ്രേഷൻ ആണോ, അയണൈസേഷൻ ആണോ, സബ്ലിമേഷൻ ആണോ? മാംഗനീസിന്റെ E0 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കണം, അപ്പോഴല്ലേ E0 കുറയുക. ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടാൻ മാംഗനീസ് അത്ര ചെറുതൊക്കെയാണ്. അത് പിന്നെ എല്ലാവരും ഏകദേശം ഒരേ സൈസ് ഒക്കെയാ, വലിയ വ്യത്യാസമൊന്നും ഡി ബ്ലോക്കിന്റെ സൈസുകളിൽ ഇല്ല. അപ്പൊ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ മാംഗനീസ് വല്ലാണ്ടൊന്ന് കുറഞ്ഞു എന്നുള്ളത് സൈസിനെ മാത്രം വെച്ച് പറയാൻ കഴിയില്ല, അഥവാ ഹൈഡ്രേഷൻ എൻതാൽപ്പി വെച്ച് പറയാൻ കഴിയില്ല. വാട്ട് അബൌട്ട് അയണൈസേഷൻ എൻതാൽപ്പി? അയണൈസേഷൻ എൻതാൽപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് അത് പറയാൻ കഴിയുമോ? മാംഗനീസിന്റെ കേസിൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സിൻ ഫിക്കോക്കു നീ മണ്ടി, സിങ്ക് ഫിക്കോക്കു, അയൺ കൊബാൾട്ട് കോപ്പർ, നീ മണ്ടി, നിക്കൽ മാംഗനീസ് ടൈറ്റാനിയം. അപ്പൊ അത്ര ആൾക്കാർ കഴിഞ്ഞിട്ടാ മാംഗനീസ് വരുന്നത്. വെൻ യു ടോക്ക് അബൌട്ട് അയണൈസേഷൻ എൻതാൽപ്പി, സിൻ ഫിക്കോക്കു നീ മണ്ടി, റൈറ്റ്? അപ്പൊ മാംഗനീസിന് ഭയങ്കര ഹൈ. ഓക്കെ, യു ക്യാൻ ടെൽ ദാറ്റ് അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണ്. പിന്നെ എന്തുകൂടി വരും? അപ്പോഴാണ് ആ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, സബ്ലിമേഷൻ എൻതാൽപ്പി അഥവാ അറ്റമൈസേഷൻ എൻതാൽപ്പിയുടെ പോയിന്റ്. മാംഗനീസിന് അയണൈസേഷൻ എൻതാൽപ്പി താരതമ്യേന കൂടുതലാണ്, ഒരു ഒത്തിരി കൂടുതൽ എന്നല്ല, സിങ്കിന് ഏറ്റവും ഹയസ്റ്റ്. പ്ലസ് എന്താ പറയാ നിങ്ങള്, അയണൈസേഷൻ എൻതാൽപ്പി താരതമ്യേന കൂടുതലാണ്. പക്ഷെ അയണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ എന്നതാണ് റീസൺ എങ്കിൽ E0 വാല്യൂ കൂടുകയാ വേണ്ടത്.
പക്ഷെ നമ്മുടെ ഉള്ള ചോദ്യം E0 വാല്യൂ കുറയുന്നു എന്നാ. സോ വാട്ട് ഈസ് യുവർ റീസൺ? ഈസി. സബ്ലിമേഷൻ എൻതാൽപ്പി ഈസ് ലെസ്. അറ്റമൈസേഷൻ എൻതാൽപ്പി മാംഗനീസിന് കുറവാ. ഏറ്റവും കുറവ് സിങ്ക്, അത് കഴിഞ്ഞാൽ മാംഗനീസാ. അറ്റമൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ വനേഡിയത്തിന്, സിങ്ക് കഴിഞ്ഞാൽ കുറവ് മാംഗനീസിന്. സോ യു അണ്ടർസ്റ്റാൻഡ്. ലിയാന പറഞ്ഞത് ശരിയാ. Sublimation enthalpy, low sublimation enthalpy or low atomization is responsible. That is the main reason for the manganese to exhibit a lower E0 value. Ready? മനസ്സിലായല്ലോ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. Easy. Easy. So you got it. And now the question, why the copper is showing positive E0 value? ബാക്കിയുള്ളവരുടെ ഒക്കെ E0 value നെഗറ്റീവ് ആണ്. But copper is showing the highest E0 value. അതും ശ്രദ്ധിക്കണേ. E0 വാല്യൂന്റെ ഓർഡറും ശ്രദ്ധിക്കണം. Why copper is having highest E0 value? What is your answer? എന്താ പറയാ? E0 വാല്യൂ കൂടണമെങ്കിൽ ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടണം, അയണൈസേഷൻ എൻതാൽപ്പി അല്ലെ ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറയണം. കോപ്പറിന്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറവാ? നോ, കോപ്പറിന്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുതലാ അല്ലേ? ചെറുതാ സൈസ്. അപ്പൊ നിങ്ങളുടെ മെയിൻ റീസൺ എന്തായിരിക്കണം? അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പി ആണ് റെസ്പോൺസിബിൾ ആവുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് E0 വാല്യൂവിനെ അനുകൂലിക്കുന്ന ഫാക്ടർ എടുത്തിട്ട് വേണം അതിന് റീസൺ ആയിട്ട് പറയാൻ. അത്ര മാത്രമേ നിങ്ങൾ E0യുടെ കേസിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. സോ ദിസ് ഈസ് എ വാല്യൂ. E0 വാല്യൂയുടെ ബേസിൽ ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്. അപ്പൊ അവിടെ E0 വാല്യൂന്റെ ഓർഡറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പോസിറ്റീവ് ഓർഡർ വന്നിരിക്കുന്നത് നമ്മുടെ കോപ്പറിന് മാത്രമാണ്. ഏറ്റവും ഹയസ്റ്റ് E0 വാല്യൂ വന്നിരിക്കുന്നത് നമ്മുടെ കോപ്പറിനാണെന്ന് മനസ്സിലാക്കുക. ഏറ്റവും ലോവസ്റ്റ് E0 വാല്യൂ നിങ്ങൾ കൺസിഡർ ചെയ്താൽ അത് ടൈറ്റാനിയത്തിനാണ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ലോവസ്റ്റ് ആൻഡ് ഹയസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ടൈറ്റാനിയം കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് മാംഗനീസ് വരുള്ളൂ. ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, മാംഗനീസിനും അതുപോലെ വനേഡിയത്തിനും സിമിലർ E0 വാല്യൂ. അങ്ങനെയുള്ള ഒബ്സർവേഷൻസ് കൂടി നമ്മൾ ചെയ്യണം. റെഡി? യെസ് യെസ് യെസ്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പറഞ്ഞിരിക്കുന്ന കാര്യം ക്ലിയർ അല്ലേ? സോ തിങ്ക് അബൌട്ട് ദി ഓർഡർ റൈറ്റ് നൗ. E0 വാല്യൂ ഫോർ കോപ്പർ വിൽ ബി വെരി ഹൈ, ഫോർ ടൈറ്റാനിയം വിൽ ബി വെരി ലോ, and manganese is having a similar E0 value which is sharing with vanadium. This is important. Ready? 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 ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. യെസ് യെസ് യെസ്. അപ്പൊ E0 വാല്യൂക്ക് റെഗുലർ ട്രെൻഡ് ഇല്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോപ്പറിന്റെ കേസിലുള്ള E0 വാല്യൂസും വളരെ ഹൈ ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യെസ്. ആൻഡ് നൗ ലെറ്റ് us come to the next point, comparison of E0 value. 2+ 3+ തമ്മിലുള്ള കമ്പാരിസൺ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. യെസ്. 2+ന്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2+ന്റെ കേസിൽ കോപ്പർ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 3+ലേക്ക് വന്നാൽ അതും വാരിയിങ് ട്രെൻഡുകളാണ്. റെഡി? അപ്പൊ 3+ ടു 2+ലേക്ക് വരുമ്പോൾ വാരിയിങ് ട്രെൻഡുകളാണ്. ടൈറ്റാനിയം 3+2, ടൈറ്റാനിയം 2+, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതില് ഏറ്റവും ഹയസ്റ്റ് E0 വാല്യൂ ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് ഫോർ യുവർ കൊബാൾട്ട് അല്ലെ. 1.97 ഉണ്ട്. കൊബാൾട്ടിനാണ്. ഫോളോഡ് ബൈ മാംഗനീസ്. ശ്രദ്ധിക്കേണ്ടത്, മാംഗനീസിന്റെ E0 വാല്യൂ കൂടുതൽ എന്ന് പറഞ്ഞാൽ മാംഗനീസ് +3 നിന്നും +2 ആവാനുള്ള റിഡക്ഷൻ ടെൻഡൻസി കൂടുതൽ എന്നർത്ഥം. How will you account for that observation? Because Mn2+ is having D5 configuration which is half filled and is more stable. ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ അടിസ്ഥാനത്തിൽ you are able to tell the reason or you are able to give the order of E0 value. ഇത് ശ്രദ്ധിക്കണം. അപ്പൊ മാംഗനീസിന്റെ ബേസിൽ അതാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. മാംഗനീസിന് എന്തുകൊണ്ട് +3 to +2 E0 വാല്യൂ കൂടുതലാണ്? അതിന് റിഡക്ഷൻ ടെൻഡൻസി കൂടുതലാണ്. കാരണം റിഡക്ഷൻ നടന്നാൽ അത് D5 കോൺഫിഗറേഷൻ തരുന്നുണ്ട്. ഈസി. ആൻഡ് നൗ ക്രോമിയത്തിന്റെ കേസിൽ വളരെ കുറവാണ്. ക്രോമിയത്തിന്റെ E0 വാല്യൂ for Cr3+ bar Cr2+ is very less.
അത് വളരെ ലോ ആണ് ക്രോമിയത്തിന്റെ കേസിൽ, എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ചെയ്യേണ്ടത്? ക്രോമിയം നമുക്കറിയാം ഇറ്റ് ഈസ് വിക്രമൻ, where you have forest 1 3d5. ക്രോമിയം 3+ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ? ക്രോമിയം 3+ൽ 3 ഇലക്ട്രോണുകൾ പോയാൽ ദിസ് ഈസ് 3d3. ക്രോമിയം 2+ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് 3d4. അപ്പൊ ഇതിന്റെ E0 വാല്യൂ കുറവെന്ന് പറഞ്ഞാൽ ഈ റിഡക്ഷൻ ടെൻഡൻസി കുറവെന്നർത്ഥം. എന്തുകൊണ്ടാണ് Cr3+ Cr2+ ആവാൻ വലിയ സാധ്യത കാണിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇത് കുറവ്? Because this is more stable. Cr3+ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കണം. അതുകൊണ്ട് സ്റ്റേബിൾ ആയതുകൊണ്ട് അതിൽ നിന്നൊരു മാറ്റം അതിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. And therefore the value is low, less. 3d3 is stable because you have T2G3 configuration. You remember coordination compoundകൾ d orbitals split ചെയ്താൽ octahedral ഫീൽഡിൽ T2G EG ലെവലുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. T2G3 is again a stable configuration. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. Then talking about the stability of higher oxidation states of transition metal halide. ഹാലൈഡുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലൂറൈഡുകൾ, അയഡൈഡുകൾ, ബ്രോമൈഡുകളൊക്കെ ഇവർ ഫോം ചെയ്യുന്നുണ്ട്. ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിൽ എപ്പോഴും ഫ്ലൂറൈഡുകൾ ഉണ്ടാവുന്നു. സിങ്കിന്റെ കേസിൽ +2 മാത്രമാണ്. കോപ്പറിന്റെ കേസിൽ നിങ്ങൾക്ക് CuCl കാണാം, CuCl2 കാണാം, അഥവാ Cu2Cl2 ആൻഡ് CuCl2. കോപ്പറിന് 2 ഓക്സിഡേഷൻ സ്റ്റേറ്റുകളുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റെഡി അല്ലേ? ആൻഡ് ദർ ഈസ് വൺ തിങ്. ഇപ്പൊ കോപ്പറിന്റെ കേസിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിഞ്ഞോ? എസ്പെഷ്യലി when you consider copper plus salt halides and you consider copper +2 halides, do you know which is more stable? ഇതിൽ ഏതാ കൂടുതൽ സ്റ്റേബിൾ? They are more stable. കാരണം അതിന്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി, അയണൈസേഷൻ എൻതാൽപ്പിയെ ഡോമിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ കയ്യില് കോപ്പർ +1 ഏതെങ്കിലും ഒരു കോമ്പൗണ്ടുകൾ വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി കോപ്പർ +2 കോമ്പൗണ്ട് ആയിട്ട് മാറാൻ ട്രൈ ചെയ്യും. അപ്പൊ കോപ്പറിന് ഒരു ഓക്സിഡേഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. There is a spontaneous oxidation happening for copper because +2 is found to be more stable in solution. ഹൈഡ്രേഷൻ നടക്കണം than +1. അപ്പൊ സൊല്യൂഷനുകളിൽ +2 ആയിട്ട് മാറുന്നു. Whenever there is some oxidation happening, reduction should also be present. അത് നമ്മൾ ശ്രദ്ധിക്കണടാ. ഓക്കെ, ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ ഹർഷദ്, ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ പാരലൽ ആയിട്ട് റിഡക്ഷനും കൂടി നടക്കണം. ആൻഡ് യെസ്, യു ഗെറ്റ് റിഡക്ഷൻ ആസ് വെൽ. അതുകൊണ്ട് തന്നെ കോപ്പർ +1 കോമ്പൗണ്ടുകൾ സൊല്യൂഷനിൽ ഡിസ്പ്രപ്പോർഷനേഷൻ നടക്കുന്നുണ്ട്. അതിന്റെ കാരണം കോപ്പർ +2 ആണ് കൂടുതൽ സ്റ്റേബിൾ ആവുന്നത്. റെഡി? ബട്ട് ഫോർ അയോഡൈഡ് Cu(I2) is not stable. Cu2+ഉം I- ഒരുമിച്ച് സൊല്യൂഷനുകളിൽ വരുമ്പോൾ I- ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ അത് റെഡ്യൂസ് ചെയ്ത് +1 മാറും. അപ്പൊ കോപ്പറിന് റിഡക്ഷൻ നടക്കുമ്പോൾ കൂടെയുള്ള ഓക്സിഡേഷൻ നടക്കും. because it is a reducing agent and you get Cu+ and I2. ഈ കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. റെഡി? ഓക്സൈഡുകളൊക്കെ ഇവരെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്സൈഡുകളും ഫ്ലൂറൈഡുകളും ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ കൂടുതൽ സ്റ്റേബിൾ ആണ്. റെഡി? ആൻഡ് ഓൾസോ ദി അതർ റിയാക്ഷൻസ് ആർ ലൈക്ക് കോംപ്ലക്സ് ഫോർമേഷൻ ടെൻഡൻസീസ് ഉണ്ട്. ചെറിയ സ്മോൾ സൈസ് ആൻഡ് മോർ ന്യൂക്ലിയർ ചാർജ് ആൻഡ് ഓൾസോ ദി പ്രസൻസ് ഓഫ് d ഓർബിറ്റൽസ് കോംപ്ലക്സിന് കാരണമാകും. നെക്സ്റ്റ് വൺ ഈസ് കളേർഡ് അയോണുകളാണ്. വൈ ദേ ആർ കളേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് എന്തുകൊണ്ടാണ് കളേർഡ് ആവുന്നത്? ദേ ഹാവ് DD ട്രാൻസിഷൻ. യു നീഡ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഫോർ കളർ. റെഡി റെഡി റെഡി. അപ്പൊ അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ടാകുമ്പോൾ DD ട്രാൻസിഷൻസ് നടക്കുമ്പോഴാണ് കളറുകൾ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കുക. അതില് സിങ്കിന്റെ കേസിൽ സി കൺസിഡർ ഹിയർ, സിങ്ക് കളർലെസ് ആണ് ബിക്കോസ് യു ഹാവ് 3D10 കോൺഫിഗറേഷൻ. 3D0 കോൺഫിഗറേഷനിലേക്ക് വരുമ്പോൾ അത് കളർലെസ്സുകളായിരിക്കും. സോ ദാറ്റ് ഈസ് ഈസി ടു മെമ്മറൈസ്. അത് വളരെ എളുപ്പമാണ് കളറുകൾ ചെയ്യുമ്പോൾ. ഇനി ഇഫ് യു കൺസിഡർ Mn2+, പിങ്ക് മൺ എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. 3D5 Mn2+ന്റെ കളർ
പിങ്ക് ആണ്. സോ ഈ പിങ്ക് മൺ എന്നൊക്കെ നിങ്ങൾക്ക് ആലോചിച്ച് പിങ്ക് കളറാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാം. ഓക്കെ, ദെൻ യു കൺസിഡർ കോപ്പർ. കോപ്പറിൻ്റെത് ബ്ലൂ ആണെന്ന് നമുക്കറിയാം. കോപ്പർ സൊല്യൂഷൻസ് ബ്ലൂ ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ കോപ്പർ സൊല്യൂഷന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു, ദർ ഈസ് വൺ തിങ് കോമൺ. അതായത് കോപ്പർ 2+ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 3D9 കോൺഫിഗറേഷൻ വെർ യു ഹാവ് 1 അൺപെയർഡ് ഇലക്ട്രോൺ. അതേ 1 അൺപെയർഡ് ഇലക്ട്രോൺ വരുന്ന വനേഡിയത്തിനും ബ്ലൂ കോൺഫിഗറേഷൻ, ബ്ലൂ പർപ്പിൾ റീജിയനിലുള്ള കളറുകൾ നിങ്ങൾക്ക് 3D1 കാണാം. അപ്പൊ D1 കോൺഫിഗറേഷൻ വരുന്ന സമയത്ത് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ വരുന്ന സമയത്താണ് ബ്ലൂയിഷ് അപ്പിയറൻസ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണേ. റെഡി അല്ലേ? യെസ്. ആൻഡ് കൺസിഡർ ദി അതർ D2, D3, D4 കോമ്പൗണ്ടുകൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ that always gives you violet color. ഇങ്ങനെ ഒരു ഡൗട്ട് ലിയാന ചോദിച്ചിട്ടുണ്ട്, കോർഡിനേറ്റ് കോംപ്ലക്സ് കളർ ഫോം ചെയ്യുന്നത് DD ട്രാൻസിഷൻ കാരണമാണോ? എക്സാക്ട്ലി ലിയാന, ബിക്കോസ് യു കൺസിഡർ ദിസ്. ഇപ്പൊ എന്റെ കയ്യിൽ 5 ഇലക്ട്രോണുകൾ ഉണ്ട്, ഇവർ സ്പ്ലിറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ഇലക്ട്രോണുകളുടെ ജമ്പിങ് ആണ് ബേസിക്കലി കളർ ഉണ്ടാവാനുള്ള കാരണം. യുനോ, വൺ കളർ ഈസ് അബ്സോർബ്ഡ് ആൻഡ് കോംപ്ലിമെന്ററി കളർ ഈസ് റിഫ്ലക്റ്റഡ് ഓർ ട്രാൻസ്മിറ്റഡ്. അതായത് ബേസിക്കലി യു ക്യാൻ കൺസിഡർ ആസ് വിബ്ജിയോർ. അപ്പൊ ഇതിൽ ഒരു കളറ് അബ്സോർബ് ചെയ്യുകയും കോംപ്ലിമെന്ററി കളർ നമ്മൾ ഒബ്സർവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. റെഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ കളറായിട്ട് കാണും. ബ്ലൂ ആണ് ഞാൻ അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് കളർ കാണാൻ കഴിയും. പറഞ്ഞു വരുന്നത്, ഞാൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന കളറുകൾ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി കളറുകളാണ് പുറത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ എന്റെ കയ്യില് ഈ D ഓർബിറ്റലുകളിൽ ഇലക്ട്രോണുകൾ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എക്സൈറ്റേഷൻ ഈസ് നോട്ട് പോസിബിൾ. അവിടെ ഇലക്ട്രോൺ ഇല്ലല്ലോ എക്സൈറ്റേഷൻ നടത്താൻ. And there is no DD transition, there is no color. And let us say you have 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എല്ലാരും ഫിൽഡ് ആണ്. അപ്പോഴും ജമ്പിങ് ഈസ് നോട്ട് പോസിബിൾ, കാരണം മേലെ സ്ഥലമില്ല. അപ്പൊ താഴെ ആൾ ഉണ്ടാവണം ജമ്പ് ചെയ്യാൻ, അതുപോലെ മേലെ സ്ഥലം ഉണ്ടാവണം. അങ്ങനെയുള്ള DD ട്രാൻസിഷൻസ് നടന്നാൽ മാത്രമേ നമുക്ക് കളറ് കാണാൻ കഴിയുള്ളൂ. ആ DD ട്രാൻസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഡിയിലാണ്. റെഡിയാണോ? അപ്പൊ നിങ്ങൾ ഇതാണ് കൺസിഡർ ചെയ്യേണ്ടത്. റെഡി? അപ്പം ബേസിക്കലി നമ്മളൊരു കളറ് എടുത്തു കഴിഞ്ഞാൽ, കളറിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി കളറുകളുടെ ഒരു കോമ്പിനേഷൻ, കോംബോ ആണ് നമുക്ക് സത്യത്തിൽ കാണാൻ കഴിയുന്നത്. റെഡി? അപ്പൊ ഇങ്ങനെ when one color is, see let us say you need to consider the energy gap. അപ്പൊ എനർജി ഗ്യാപ്പിനനുസരിച്ചിട്ട് വേണം പറയാൻ നമ്മൾ ഏത് കളറാണ് കാണുന്നതെന്നുള്ളത്. റെഡി? യെസ്, കോർഡിനേഷൻ കോംപ്ലക്സിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറ്റ് ക്യാൻ ബി പാരാമാഗ്നറ്റിക് ഓർ ഇറ്റ് ക്യാൻ ബി ഡയ. നമ്മളത് കെമിക്കൽ ബോണ്ടിക്ക് പറഞ്ഞു. അൺപെയ്ഡ് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ പാരയും, അതല്ലെങ്കിൽ ഡയോ ആണ് നമുക്ക് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം അറിയാം. How will you calculate the magnetic moment? It is n into n+2 Bohr magneton എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. They are all very good catalyst. നല്ല കാറ്റലിസ്റ്റുകളാണ്. They can form alloys. Alloys ഉണ്ടാക്കാനുള്ള കഴിവുകളുണ്ട്. And also they give you non-stoichiometric compound which are your interstitial compound. Interstitial compoundകളിൽ ശ്രദ്ധിക്കുക, അവര് കെമിക്കലി ഇനേർട്ട് ആണ്. മെറ്റലിന്റെ കൂടെ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ കണ്ടക്ടിവിറ്റി റീറ്റെയിൻ ചെയ്യും. വളരെ ഹാർഡും ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ഉള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റെഡി അല്ലേ? യെസ്. സോ ഗിവ് മീ ദി ആൻസർ. പെട്ടെന്ന് എല്ലാവരും ആൻസർ പറയാ. ഐഡന്റിഫൈ ദ എലിമെന്റ് ഫോർ വിച്ച്, ഇതിപ്പോ റീസൺ ക്വസ്റ്റ്യൻസ് ആണ്. ഐഡന്റിഫൈ ദ എലിമെന്റ് ഫോർ വിച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് ആർഗൺ 3d5. വെരി ഈസി. പെട്ടെന്ന് ആൻസർ പറഞ്ഞോളൂ. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് 3d5 നമുക്ക് കിട്ടുന്നത്. അപ്പൊ 3 ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് 3d5. നോർമൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരുന്നുവെങ്കിൽ 3 ഇലക്ട്രോണുകളെ കൂടി നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പൊ 3d5ലേക്ക് 3 ഇലക്ട്രോണുകൾ ആഡ് ചെയ്യുമ്പോൾ 2 എണ്ണം 4s വരും. പിന്നെ വരുന്നത് 3d ഇല്ല. അപ്പൊ 3d5 എന്നുള്ളത് 3d6 ആവും.
You understand? It is 3d6 4s2. D6 എന്ന് കണ്ടാൽ തന്നെ അറ്റോമിക് നമ്പർ 26 ആണെന്നും അത് അയൺ ആണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. സോ യു ഗെറ്റ് ഓപ്ഷൻ ഡി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ്, the set having ions which are colored and paramagnetic both is. കളറും കാണിക്കണം, പാരാമാഗ്നറ്റിക്കും ആയിരിക്കണം. അപ്പൊ ആ കണ്ടീഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവരില് there should be unpaired electrons. അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ടാവണം എന്ന് നിർബന്ധമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒറ്റയടിക്ക് സെറ്റുകൾ നോക്കാം. Cu2+. അപ്പൊ കോപ്പർ എന്ന് പറഞ്ഞാൽ it is 3d10 4s1. So what about Cu2+? You get 3d9 unpaired electrons ഉണ്ട്. അടുത്തയാള് ക്രോമിയം ആണ്. ക്രോമിയം എന്ന് പറഞ്ഞാൽ 3d5 4s1 ആണ്. What about Cr3+? You get 3d3. You have again unpaired electrons. The next is scandium. Scandium is 3d1 4s2. Scandium plus ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. Scandium plus എന്ന് നിങ്ങൾ S എന്ന് പോകുന്നതായി പരിഗണിച്ചാൽ it is 3d1 4s1. Again that gives you unpaired electrons anyway. എന്ന് പറഞ്ഞ് ഈ 3 സെറ്റും അൺപെയ്ഡ് ഇലക്ട്രോണുകൾ തന്നു കഴിഞ്ഞു. ഇനിയിപ്പോ സീനൊന്നുമില്ല. യു ഗെറ്റ് ഓപ്ഷൻ എ. എക്സാക്ട്ലി ശ്രീലാൽ. അതെ അതെ. പിന്നെ നിങ്ങൾക്ക് ആലോചിക്കാം, സിങ്ക് എന്ന് പറഞ്ഞ ഒരു തരത്തിലും തരൂലല്ലോ. കാരണം Zn2+ D10 അല്ലേ കോൺഫിഗറേഷൻ. അത് ഈസിയാണ്. സ്കാൻഡിയം 3+ലേക്ക് വരുമ്പോ അത് D0 ആണ്. അൺപെയ്ഡ് ഇലക്ട്രോണുകൾ ഇല്ല. മാംഗനീസ് +7ലേക്ക് വരുമ്പോഴും അത് D0 ആണ്. സോ യു ഗെറ്റ് ഓപ്ഷൻ എ. എ എന്ന് എളുപ്പത്തിൽ പറയാം. Next, the number of electrons that vanadium has in the p orbital is equal to. വനേഡിയത്തിൽ p ഓർബിറ്റലിൽ ടോട്ടൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ വനേഡിയത്തിന്റെ കോൺഫിഗറേഷൻ ആലോചിച്ച് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. ഇറ്റ് ഈസ് 3d2 4s2 ആണ്. അപ്പൊ ഇതിനു മുന്നേ p ഫില്ല് ചെയ്യുമ്പോൾ 1s ആണ്. 1ൽ p ഇല്ല. 2s 2p ഉണ്ട്. അതുപോലെ 3s 3p ഫില്ല് ചെയ്തതിന് ശേഷമാണ് 4s2 3d3ലേക്ക് വരുന്നത്. വനേഡിയത്തിൽ ഫിൽഡ് ആയിരിക്കുന്ന p ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചു. 2pയിലും 3pയിലും ഇലക്ട്രോണുകളുണ്ട്. സോ വാട്ട് ഈസ് യുവർ ആൻസർ? 2pയിലും 3pയിലും ഉണ്ട്. pയിലും മാക്സിമം 6 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളിക്കാൻ കഴിയും. അപ്പൊ നമുക്ക് 2p6 3p6 കഴിഞ്ഞാൽ ടോട്ടൽ 12 ഇലക്ട്രോണുകളാണ് p ഓർബിറ്റലിൽ കാണാൻ കഴിയുന്നത്. ശരിയല്ലേ? റെഡി? 12. യു ഗെറ്റ് 12 റൈറ്റ്. ഈസി. 18 വരുന്നുണ്ടോടാ? 4pയിലേക്ക് വന്നിട്ടില്ലല്ലോ. 2pയില് p ഓർബിറ്റലിൽ 6 ഇലക്ട്രോണുകളല്ലേ ഉൾക്കൊള്ളിക്കാൻ പറ്റുക. റെഡി? സോ ദാറ്റ് ഈസ് 12 റൈറ്റ്. യെസ്. നെക്സ്റ്റ്, common positive oxidation states for an element with atomic number 24. Atomic number 24. അവിടെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകളുടെ റെലവൻസ് വരുന്നത്. അറ്റോമിക് നമ്പർ 24 ആണെങ്കിൽ എന്താ കിട്ടുക? ശ്രുതി സൈന. യെസ്. അറ്റോമിക് നമ്പർ 24 സ്റ്റാൻഡ്സ് ഫോർ ക്രോമിയം. ക്രോമിയത്തിന്റെ ഹയസ്റ്റ്, ക്രോമിയം എന്ന് പറഞ്ഞാൽ 3d5 4s1 ആണ്. അതുകൊണ്ട് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ്. ലോവസ്റ്റ് +2 ആണല്ലോ എല്ലാത്തിലും, കോപ്പറിനൊഴികെ. So what do you get? It gives you +2 to +6. Yes? Yes? Okay. Ready? ഇതാണ് മനസ്സിലാക്കേണ്ടത്. Fine. Next. In the ground state of atomic ion, the spinning magnetic moment is dash into 10⁻⁻1 Bohr magneton. Ground state of iron. Iron ആണ് ചോദിച്ചിരിക്കുന്നത്, which is 3d6 4s2. അപ്പൊ D6 നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 5 6 എന്ന് പറഞ്ഞാൽ യു ഹാവ് 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ്. നമുക്ക് 4 അൺപെയ്ഡ് ഇലക്ട്രോൺസുകൾ ഉണ്ട്. സോ വാട്ട് ഈസ് യുവർ Bohr magneton? So mu is equal to 4 into 4 plus 2. So this is √24. √25 5 ആണ്. So this is actually 4.89 Bohr magneton, which is equal to 4.9 Bohr magneton, or it is 49 into 10⁻⁻1. You get 49. Ready? Next. What is the spin-only magnetic moment value of a divalent metal ion with atomic number 25 in its aqueous solution? Spin-only magnetic moment കാണണം. ഡൈവാലന്റ് മെറ്റലിൻ്റെതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്നതിന്റെ അറ്റോമിക് നമ്പർ 25 എന്ന് പറഞ്ഞാൽ അത് മാംഗനീസ് ആണ്. മാംഗനീസ് 3d5 4s2 ആണ്. ഡൈവാലന്റ് മെറ്റൽ അയോണിൻ്റെത് ചോദിച്ചത് കൊണ്ട് Mn2+ൻ്റെത് പറയേണ്ടതുണ്ട്. Mn2+ എന്ന് പറഞ്ഞാൽ 3d5 4s0 ആണ്. സോ 3d5 വരച്ചു കഴിഞ്ഞാൽ
1, 2, 3, 4, 5. You have 5 unpaired electron. Or unpaired electron ആണെങ്കിൽ 1.73 അല്ലെങ്കിൽ 1 point something. രണ്ട് unpaired electronകൾ ഉണ്ടെങ്കിൽ Bohr magneton എത്രയാ 2 point something. If you have 3 unpaired electron 3 point, 4 unpaired electron 4 point. When you have 5 unpaired electron, you get 5.92 Bohr magneton, which is easy. Ready? Very good. Next. But the questions are easy. In which of the following pairs the outermost electronic configuration will be the same? Outermost electronic configuration same ആകുന്നത് ഏതിലാണ്? നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിക്കൽ കോപ്പർ, നമുക്കറിയാം ഫെക്കോ നിക്കൂസൻ, നിക്കലും കോപ്പറും അടുത്തടുത്ത് വരുന്നു. ഫെക്കോ അയണും കൊബാൾട്ടും അടുത്തടുത്ത് വരുന്നു. വിക്രമൻ ക്രോമിയം മാംഗനീസും അടുത്തടുത്ത് വരുന്നു. അപ്പൊ ഇവരെല്ലാം അടുത്തടുത്ത് വരുന്ന ആൾക്കാരാണ്. ഇപ്പൊ എ ബി എന്ന് അടുത്തടുത്ത് വരുന്ന നെയ്ബറിംഗ് എലിമെന്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. അവരുടെ സൈസ് ഒരുപോലെ ആവണം, അല്ലെങ്കിൽ സൈസ് അല്ല, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരുപോലെ ആവണം, ഇലക്ട്രോണുകളുടെ എണ്ണം ഒരുപോലെ ആവണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ലെഫ്റ്റ് റൈറ്റിലേക്ക് വരുമ്പോൾ ഒരു ഇലക്ട്രോൺ വെച്ച് കൂടൂലേ, കാരണം ഒരു അറ്റോമിക് നമ്പർ കൂടുന്നുണ്ട്. അപ്പൊ ഒരു ഇലക്ട്രോൺ വെച്ച് എന്തായാലും കൂടും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് പ്ലസ് ആണെങ്കിൽ, നോക്കിയേ, എ പ്ലസ് ആണെങ്കിൽ ഇത് 2+ ആയിരിക്കണ്ടേ, കാരണം ഓൾറെഡി റൈറ്റ് സൈഡിലുള്ള നെയ്ബറിന് ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ തൊട്ടടുത്തേന്ന് രണ്ടെണ്ണത്തിന് റിമൂവ് ചെയ്യണ്ടേ, അപ്പോഴേ സെയിം നമ്പർ ആവുള്ളൂ. സോ വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഷുഡ് ബി സി. യെസ്, രണ്ടാമത്തെ ആൾക്കാർക്കായിരിക്കണം, നെയ്ബറിനായിരിക്കണം കൂടുതൽ വരേണ്ടത് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. സി ആണ് ആൻസർ. യെസ്. Next, the third ionization enthalpy will be minimum for. ഏതിനാണ് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി മിനിമം ആവുന്നത്? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കൊബാൾട്ട്, അയൺ, നിക്കൽ, മാംഗനീസ്. യെസ്, വിക്രമൻ, ഫെക്കോനി. This is what you understand. Manganese is 3d5 4s2, iron is 3d6 4s2, cobalt is 3d7 4s2, and nickel is 3d8 4s2. Third ionization enthalpy എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താ? തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി മൂന്നാമത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യും. ഏതിനായിരിക്കും മിനിമം? ഒന്നുകൂടി ആലോചിച്ച് നോക്കണേ. 3 ഇലക്ട്രോണുകൾ, മാംഗനീസിന്റെ കേസിലാണെങ്കിൽ 2 പോയി 3d5 റിമൂവൽ വിൽ ബി ക്വൈറ്റ് ഡിഫിക്കൽട്ട്. അയണിന്റെ കേസിൽ 2 പോയി, മൂന്നാമത്തത് ഈസ് ഈസി റിമൂവൽ. ശരിയല്ലേ? ബിക്കോസ് എസിലുള്ള 2 ഇലക്ട്രോണുകൾ ഓൾറെഡി നഷ്ടപ്പെട്ടു. യു ഹാവ് 3d5, 3d6, 3d7 ആൻഡ് 3d8. സോ ദ റിമൂവൽ വിൽ ബി ഈസി ഫ്രം 3d6. 3d6 എന്നാണ് നമുക്ക് റിമൂവൽ എളുപ്പമാവുക, കാരണം that gives you a better ionization or better configuration. അതുകൊണ്ട് നമുക്ക് FT വരുന്നു എന്ന് നമുക്ക് പറയാം. Ready? Next, the atomic radius of Ag is closest to. Ag എന്ന് പറയുന്നത് സിൽവർ ആണ്. സിൽവറിന്റെ അറ്റോമിക് റേഡിയസ് ക്ലോസ് ആവുന്നത് ഏതിനോടാണ്? We know that atomic radius are closer whenever you compare the second transition series and the third transition series. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ചെമ്പ്, വെള്ളി, സ്വർണം. The second and third ionization enthalpies will have similar sizes. Second and third ionization enthalpies will have similar sizes because of lanthanoid contraction. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തരുന്ന ഓപ്ഷനുകളിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസുകൾ ഓപ്ഷനുകളിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് എഴുതണം. When there are no lanthanoid contraction applicable from the option, then you can consider the neighbors. മനസ്സിലാവുന്നുണ്ടോ? നെയ്ബേഴ്സിനെ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഒബ്വിയസ്ലി ഇപ്പൊ നിക്കലും കോപ്പറൊക്കെ വരുന്ന സമയത്ത് സിമിലർ സൈസസ് വരുന്നുണ്ട്, ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബട്ട് AG സെക്കൻഡ് ആണ്, സെക്കൻഡ് പീരീഡിലാണ് AG വരുന്നത്. അപ്പൊ സെക്കൻഡ് പീരീഡിലുള്ള ഒരാളെ തന്ന തേർഡ് പീരീഡ് നോക്കണം നിങ്ങൾ. സോ യു ഗെറ്റ് AU. യെസ്, AU കിട്ടും. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് നെക്സ്റ്റ്? The pair that has similar atomic radii. Similar atomic radii വരുന്ന പെയർ ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ മാംഗനീസ് റീനിയം. ഒന്ന് ആലോചിച്ച് നോക്കൂ. മോനെ TC റെഡി. മാംഗനീസിനും റീനിയത്തിനും ഒരേ സൈസ് ആണോ? അല്ലല്ലോ. ടെക്നീഷ്യത്തിനും റീനിയത്തിനും സെയിം സൈസ്.
Then titanium hafnium, this is titanium zirconium hafnium. ഇവർക്കാ ഒരേ സൈസ്, അല്ലാതെ ടൈറ്റാനിയത്തിനും ഹാഫ്നിയത്തിനും അല്ല. You have scandium and nickel. Scandium ലെഫ്റ്റ് സൈഡിൽ, നിക്കൽ റൈറ്റ് സൈഡിലുമാണ്, അതല്ല. Molybdenum and tungsten, which is CREAMO. Molybdenum and tungsten. Yes, that is correct. Lanthanoid contraction, you get that? ശരിയാണ്. Ready? Yes, yes. Next, the correct order of first ionization enthalpies. First ionization enthalpyയുടെ correct order ആണ് ചോദിച്ചിരിക്കുന്നത്. ഒറ്റയടിക്ക് പറയാം നിങ്ങൾക്ക് കറക്റ്റ് ഓർഡർ ഫസ്റ്റ് അയണൈസേഷൻ എന്തൽപിയിൽ ഏതാണെന്നുള്ളത് പെട്ടെന്ന് പറയാൻ പറ്റും. വാട്ട് ഈസ് യുവർ ആൻസർ? വെരി സിമ്പിൾ. ഫസ്റ്റ് അയണൈസേഷൻ എന്തൽപിയും തേർഡ് അയണൈസേഷൻ എന്തൽപി എടുക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് ദാറ്റ് ഈസ് ഫോർ സിങ്ക്. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് വരുന്ന സിങ്ക് എന്ന് കാണുന്നത് നിങ്ങൾക്ക് ഇതിൽ മാത്രമേ ഉള്ളൂ അല്ലേ? ശരിക്കും സിൻ ഫിക്കോക്കു നീമണ്ടി ആണ് സാധനം. ബട്ട് എനിവേ യു ഗെറ്റ് ബി. ബി ആണ് ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നത്. റെഡി? The statement that is incorrect about the interstitial compound. Interstitial compoundകളെ പറ്റി ഇൻകറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാന്ന് പറയാമോ? They are chemically reactive, they are very hard, they have metallic conductivity, they have high melting points, which is incorrect. Are they chemically reactive? No, they are chemically inert. Chemically reactive എന്ന് പറയുന്നത് ശരിയല്ല. കെമിക്കലി ഇനേർട്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ സെഷനുകളിൽ നിന്ന് വരാം. റെഡി അല്ലേ? യെസ്. അങ്ങനെ പ്രോപ്പർട്ടീസ് കഴിഞ്ഞാൽ then comes the complexes. കോംപ്ലക്സുകളുടെ കോമ്പൗണ്ടുകളിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ വരാവുന്നതാണ്. സോ യു കൺസിഡർ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, K2Cr2O7 ആൻഡ് KMnO4. അപ്പൊ K2Cr2O7 ബേസിക്കലി പ്രിപ്പറേഷൻസ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പ്രിപ്പറേഷൻ വളരെ ഈസിയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന അയേൺ ക്രോമൈറ്റിൽ നിന്നും പ്രത്യേകം ശ്രദ്ധിക്കുക, Cr2O4 2- is known as chromite. CrO4 2- is known as chromate. Cr2O7 2- is known as dichromate. അപ്പൊ ഇങ്ങനെ ക്രോമൈറ്റ് ഡൈക്രോമേറ്റുകളുടെ ഫോർമുല അറിയാം. ക്രോമൈറ്റിൽ നിന്നുമാണ് നമ്മൾ ആദ്യം ക്രോമേറ്റ് ഉണ്ടാക്കുന്നത്. ക്രോമേറ്റിലേക്ക് ബേസിക് മീഡിയത്തില് ക്രോമേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ then in acidic medium you get dichromate. നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. CrO4 2- acidic മീഡിയത്തില് Cr2O7 2- ആയിട്ട് മാറും. Chromate in acidic medium gives you dichromate where the oxidation states are same. Dichromate basic medium chromate ആയിട്ട് മാറും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ there are some reactions which you need to look into, like നമ്മുടെ കയ്യിൽ Na2CO3 ഉണ്ടെന്ന് like see what happens if you heat K2Cr2O7 പൊട്ടാഷ്യം ഡൈക്രോമേറ്റിനെ ഹീറ്റ് ചെയ്താൽ എന്തൊക്കെയാണ് കിട്ടുന്നത്? യു ഗെറ്റ് പൊട്ടാഷ്യം ക്രോമേറ്റ്, ക്രോമിക് ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ. എപ്പോഴും ശ്രദ്ധിക്കണേ, നിങ്ങളുടെ കയ്യിൽ തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആണ് പറയുന്നത് എന്ന് വിചാരിക്കാം. ലൈക്ക് യു ആർ ഹാവിംഗ് എ കോമ്പൗണ്ട് ആൻഡ് യു ഹീറ്റ് ദാറ്റ്. അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. ലിസൺ, K2Cr2O7 has an oxidation state of +6 for chromium. ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ്. And you remember that K2Cr2O4 ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിൽ നിലവിൽ മാറ്റമൊന്നുമില്ല അല്ലേ? ബട്ട് ദി അതർ കോമ്പൗണ്ട് ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? വൺ മോർ കോമ്പൗണ്ട് ഈസ് ലെഫ്റ്റ്. കാരണം നിലവിൽ പൊട്ടാഷ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറിയിട്ടില്ല, ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറിയിട്ടില്ല. ക്രോമിയം +6 എന്ന് +3 ആയിട്ട് റിഡക്ഷൻ നടന്നു എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഹാഫ് മാത്രമായിട്ട് ഒരു ഇക്വേഷനിൽ നടക്കുകയില്ല. റിഡക്ഷൻ നടക്കുന്നതിന്റെ കൂടെ ഓക്സിഡേഷൻ ഹാഫ് കൂടി ഉണ്ടാവും. അപ്പൊ K2Cr2O7 ഹീറ്റ് ചെയ്തപ്പോ Cr2O3 കിട്ടി, റിഡക്ഷൻ ഓഫ് ക്രോമിയം നടന്നു എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിഡേഷനും കൂടി നടത്തണം. പൊട്ടാഷ്യത്തിന് ഓക്സിഡേഷൻ നടത്താൻ പറ്റുമോ? നോ. K+1 ഓൾറെഡി +1 ഇരിക്കല്ലേ. K+2 പോസിബിൾ ആണോ? നോ, റൈറ്റ്? Why? Because they belong to first group. ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ പോസിബിൾ ആണോ? നോ.
Chromium plus 6 plus 7 plus 8 possible alla. No. Then what is left? Only oxygen is left. O minus 2 is oxidized to O2. അങ്ങനെയാണ് നിങ്ങൾക്ക് O2 എന്നുള്ളൊരു ബൈ പ്രോഡക്റ്റ് ഉള്ളതായിട്ട് ഓർമ്മിക്കേണ്ടത്. ബിക്കോസ് ആസ് യു ഹാവ് വൺ റിഡക്ഷൻ പ്രോഡക്റ്റ് ദർ ഷുഡ് ബി സം ഓക്സിഡേഷൻ. അങ്ങനെയാണ് ഓക്സിജൻ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി എന്നുള്ളത് ഓർമ്മിക്കേണ്ടത്. ഓക്കെ, ഹയസ്റ്റ് ഓസ്മിയത്തിനൊക്കെ പ്ലസ് 8 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ പോസിബിൾ ആണ്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നൗ കൺസിഡർ, ഇപ്പൊ അടുത്തതില് സൾഫ്യൂരിക് ആസിഡ് കൊടുത്തു. അപ്പൊ സൾഫ്യൂരിക് ആസിഡ് കൊടുത്ത സമയത്ത് എനിക്ക് CrO3 ഉണ്ടായത്. ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ മാറ്റമൊന്നുമില്ല, അത് ശരിയാ. ബാക്കി ഒരാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിലും മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കാം. ഇത് വളരെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് കൺവേർട്സ് ഓക്സിഡൈസ് Fe2+2 Fe3+, oxalate into carbon dioxide, hydrogen peroxide into O2, etc. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻ ക്രോമൈൽ ക്ലോറൈഡ് ടെസ്റ്റ് ആണ്, വിച്ച് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ക്രോമൈൽ ക്ലോറൈഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൈക്രോമേറ്റുകളുടെ ടെസ്റ്റ് ആണ് ബേസിക്കലി. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോ ഒരു ടെസ്റ്റ് ട്യൂബില് ഡൈക്രോമേറ്റ് എടുക്കും. ഓക്കെ, അപ്പൊ ഡൈക്രോമേറ്റ് ലെറ്റ്സ് സേ യു ഹാവ് Cr2O7 2-, അതിലേക്ക് NaCl കൂടി മിക്സ് ചെയ്ത് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കും. And now what happens? You get a reddish orange vapors form ചെയ്യുന്നത് കാണാം, which is chromyl chloride CrO2. അപ്പൊ ടെസ്റ്റ് ട്യൂബിൽ ഇങ്ങനെ വേപ്പേഴ്സ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ടെസ്റ്റ് ട്യൂബിൽ നിന്ന് വരുന്ന യെല്ലോ ഓറഞ്ച് വേപ്പേഴ്സ് ക്രോമൈൽ ക്ലോറൈഡിൻ്റെതാണ്. വേണമെങ്കിൽ ഇതിനെ കൺഫേം ചെയ്യാം. അതായത് CrO2Cl2നെ നമ്മൾ ബേസിക് മീഡിയത്തിലേക്ക് കൊടുക്കുമ്പോ നിങ്ങൾക്കറിയാം ഡൈക്രോമേറ്റ് അല്ലേ ഉണ്ടാവുക. അസിഡിക് മീഡിയത്തിൽ ക്രോമേറ്റും ബേസിക് മീഡിയത്തിൽ ഡൈക്രോമേറ്റും ആണ് ഫോം ചെയ്യുക. ഡൈക്രോമേറ്റിന്റെ കളർ യെല്ലോ ആണ്. അങ്ങനെ യെല്ലോയിഷ് കളർ ക്രോമേറ്റ് നിങ്ങൾക്ക് ഫോം ചെയ്യും, സോഡിയം ക്രോമേറ്റ്. പിന്നെ അതിന്റെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യു ഹാവ് ക്രോമേറ്റ് ആയോ ആൻഡ് യു ഹാവ് ഡൈക്രോമേറ്റ് ആയോ. സോ CrO ബോണ്ടുകൾ നിങ്ങൾ നോക്കുക, അതിന്റെ സ്ട്രക്ചറുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്സിജൻ, what is the hybridization of oxygen here? ഓക്സിജന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞ sp3 ആണ്. Why? Because there are lone pairs here. അപ്പൊ ഓക്സിജന് ചുറ്റും 4 പേരുണ്ട്. അതിൽ 2 ലോൺ പെയർസും 2 ബോണ്ടുകളുമാണ്. സോ ബേസിക്കലി ബോണ്ട് ആംഗിൾ ഷുഡ് ബി ലെസ്, റൈറ്റ്? ബിക്കോസ് യു ഹാവ് ലോൺ പെയർ. ലോൺ പെയറുകൾ റിപ്പിൾ ചെയ്യുമ്പോ ബോണ്ടുകൾ അടുത്തേക്ക് വരണം. ദി ബോണ്ട് ആംഗിൾ ഷുഡ് ബി ലെസ്, ബട്ട് ഹിയർ ദി ബോണ്ട് ആംഗിൾ ഈസ് മോർ. വൈ? ഈ റിയാക്ഷൻസ് ഒക്കെ പഠിക്കണം ഹർഷൽ. ആ റിയാക്ഷൻ മനസ്സിലാക്കിയാൽ മതി. തരുന്നവരെയൊക്കെ ഓക്സിഡൈസ് ചെയ്യുന്നു. ക്രോമേറ്റിന്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആസിഡിക് മീഡിയത്തിലായാലും ബേസിക് മീഡിയത്തിലായാലും ഡൈക്രോമേറ്റ് Cr3+ ആയിട്ടാണ് മാറുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇവരുടെ ബോണ്ട് ആംഗിൾ എന്തുകൊണ്ടാണ് കൂടിയത്? ബിക്കോസ് ഓഫ് ദി ബൾക്കി ഗ്രൂപ്പ് പ്രസന്റ് ഹിയർ. അതേപോലെ സിമിലർ ആയിരിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. റിയാക്ഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. MnO2നെ ആദ്യം ഫ്യൂസ് ചെയ്ത് നിങ്ങൾ മാംഗനേറ്റ് ഉണ്ടാക്കുകയും മാംഗനേറ്റിനെ പിന്നീട് ഓക്സിഡൈസ് ചെയ്ത് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈവൻ മാംഗനേറ്റിനെ നിങ്ങൾക്ക് ഇലക്ട്രോളിറ്റിക് ഓക്സിഡേഷൻ ചെയ്തിട്ട് പെർമാംഗനേറ്റ് ഉണ്ടാക്കാൻ കഴിയും. മാംഗനേറ്റ് പെർമാംഗനേറ്റുകളുടെ അതായത് സ്ട്രക്ചറുകളൊക്കെ നമ്മൾ പഠിക്കണം. സീ ദി ആക്ഷൻ ഓഫ് ഹീറ്റ്. രണ്ടുപേരുടെയും ആക്ഷൻ ഓഫ് ഹീറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ബൈ ഫാക്ട് അത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ കിട്ടിയത് സൾഫൈഡ് ആണെങ്കിൽ അതിനെ സൾഫർ ആക്കി ഓക്സിഡൈസ് ചെയ്യും. SO2 ഈസ് ഓക്സിഡൈസ്ഡ് ടു SO3 ഓർ സൾഫേറ്റ്. സൾഫൈറ്റിനെ സൾഫേറ്റ് ആക്കി, നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കി, ഫെറസ് ഫെറിക് ആക്കി, ഓക്സലേറ്റിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റി. ഇങ്ങനെ ഇവരെല്ലാവരെയും ഓക്സിഡൈസ് ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. KMnO4നെ കൺസിഡർ ചെയ്താൽ
MnO4 minus is generally converted into Mn2 plus in acidic medium. എടാ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിഞ്ഞോ? KMnO4 എന്ന് പറഞ്ഞ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പം അർഷക ശ്രദ്ധിച്ചാൽ ഓക്സിഡൈസിങ് ഏജന്റുകൾക്ക് റിഡക്ഷൻ നടക്കും. അപ്പൊ KMnO4 അസിഡിക് മീഡിയത്തിൽ Mn2 പ്ലസ് ആയിട്ടാണ് മാറുന്നത്. ഇതേ KMnO4 ന്യൂട്രൽ ഓർ സ്ലൈറ്റ്ലി ആൽക്കലൈൻ മീഡിയത്തിലാണെങ്കിൽ MnO2 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ന്യൂട്രൽ മീഡിയത്തില് MnO2 ആണ്. എങ്ങാനും ഹൈലി ബേസിക് മീഡിയം ആണെങ്കിൽ, ഹൈലി ആൽക്കലൈൻ മീഡിയം ആണെങ്കിൽ ഇറ്റ് ഗിവ്സ് യു MnO4 2-. പക്ഷേ ഡൈക്രോമേറ്റ് എടുത്തു കഴിഞ്ഞാൽ അസിഡിക് മീഡിയ ആയാലും ബേസിക് മീഡിയ ആയാലും ഇൻ എനി മീഡിയം ഇറ്റ് ഗിവ്സ് യു Cr3+. ഈ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റെഡി? യെസ് യെസ് യെസ്. അപ്പൊ ഇത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നൗ ലെറ്റ് us see few questions. Potassium permanganate on heating gives a product which is, potassium permanganate in heat ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? You have KMnO4. On heating you get K2MnO4 plus you get MnO2 plus O2. ഇതാണല്ലോ ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിയാക്ഷൻ. So on heating you are getting MnO4 2- which is manganate. മാംഗനേറ്റിന്റെ കളർ ഗ്രീനും പെർമാംഗനേറ്റിന്റെ കളർ പേർപ്പിൾ കളറുമാണ്. സോ ഇവിടെ നിങ്ങൾക്ക് മാംഗനീസ് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അൺപെയർഡ് ഇലക്ട്രോൺ നിങ്ങൾക്ക് പോസിബിൾ ആണ്. സോ അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അവർ പാരാമാഗ്നറ്റിക് ആയിരിക്കും. അതുപോലെ ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. യു ഗെറ്റ് ഓപ്ഷൻ. വെരി ഗുഡ് ലിയാന, വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് കിട്ടുന്നത് ഇതാണ്. അപ്പോൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നോക്കുക, ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് മാംഗനേറ്റ് ആണ് കിട്ടുക. Manganate, that is your paramagnetic, and the other permanganate diamagnetic ആണ്, where all the electrons are paired. Manganese in plus LA. Ready? Next, given below are two statements. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: potassium permanganate on heating gives you potassium manganate. Is that correct? പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്തപ്പോൾ മാംഗനേറ്റ് കിട്ടി. ശരിയാ, അതാ നമ്മളിപ്പോ കണ്ടത്. അടുത്തത്, ബോത്ത് പെർമാംഗനേറ്റ് ആൻഡ് മാംഗനേറ്റ് ആർ ടെട്രാഹെഡ്രൽ ആൻഡ് പാരാമാഗ്നറ്റിക്. രണ്ടുപേരും പാരാമാഗ്നറ്റിക് ആണോ? MnO4- എന്ന് പറഞ്ഞാൽ അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കില്ലേ? ബിക്കോസ് യു ഹാവ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ദർ ആർ നോ അൺപെയർഡ് ഇലക്ട്രോൺസ്. MnO4 2- മാംഗനീസ് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, യു ഹാവ് 1 അൺപെയർഡ് ഇലക്ട്രോൺസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താ? രണ്ടുപേരും പാരാമാഗ്നറ്റിക് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. പക്ഷെ പെർമാഗ്നേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ശരിയാണ്. സോ ദ സ്റ്റേറ്റ്മെന്റ് 1 is correct, but statement 2 is not correct. സ്റ്റേറ്റ്മെന്റ് 2 ശരിയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ അല്ലേ? യെസ് യെസ്. നെക്സ്റ്റ്, ഡൈക്രോമേറ്റ്. Dichromate ion when it is treated with base. Dichromate എന്ന് പറയുന്നത് Cr2O7 2- when it is treated with base. ബേസിക് മീഡിയത്തിൽ ഇതെന്തായിട്ട് മാറും? ക്രോമേറ്റ് ആയിട്ട് മാറും. അസിഡിക് മീഡിയം ആണെങ്കിൽ ക്രോമേറ്റ് ഡൈക്രോമേറ്റ് ആയിട്ടും, ബേസിക് മീഡിയത്തിൽ ഡൈക്രോമേറ്റ് ക്രോമേറ്റ് ആയിട്ട് മാറും. സോ വാട്ട് ഈസ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്രോമിയം? പെട്ടെന്ന് തെറ്റിപ്പോണ്ട. ഒന്നുകൂടി ലിയാന, ഒന്നുകൂടി ഗോപിക, ഒന്നുകൂടി നോക്കോ. വാട്ട് ഈസ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഹിയർ? യെസ്, ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് നോട്ട് ചേഞ്ചിങ്. യു ഗെറ്റ് ദ സെയിം ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിച്ച് ഈസ് +6. റിയാക്ഷൻ നടക്കുമ്പോഴാണ് കേട്ടോ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട്, ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് അതിന് റിഡക്ഷൻ നടക്കുക. അപ്പോഴാണ് അത് +3 ആയിട്ട് മാറുക. അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ അതിന്റെ ബൈ പ്രോഡക്റ്റ് +3. പക്ഷെ ഇവിടെ ജസ്റ്റ് അസിഡിക് ബേസിക് മീഡിയം pH മാത്രമേ മാറുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? pH മാത്രമേ മാറുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ പറയുന്നത്. റെഡിയല്ലേ? യെസ് യെസ് യെസ്. അത് ശ്രദ്ധിക്കണം. ആ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഓടിച്ചാടി എഴുതും. That's okay, Kishan. What about this?
Can you give the answer? Thermal decomposition of manganese compound at 513 Kelvin. See the repeated question. 19-20-21 thermal decomposition ചോദിക്കുന്നുണ്ട്. Thermal decomposition of manganese compound result in Y. ഒരു കോമ്പൗണ്ട് ഉണ്ട് X, അതിനെ ഹീറ്റ് ചെയ്തപ്പോ Y ആയി. Y plus MnO2 plus a gaseous product. അപ്പൊ തന്നെ ആളെ കിട്ടി. നിങ്ങൾക്ക് ആൻസർ അപ്പൊ തന്നെ പറയാൻ പറ്റും. What is your answer? What is your X, Y, Z? അതാണ് ചോദ്യം. എടാ മാംഗനീസിന്റെ ഏത് കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് MnO2 കിട്ടുക? You know that it is KMnO4. On heating that gives you K2MnO4 plus MnO2 plus O2. So this is your X and this is your Y. പിന്നെ എന്താ? MnO2 reacts with NaCl and concentrated sulfuric acid to give a pungent gas. MnO2 എന്ന് പറയുന്നതും ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പൊ MnO2 ഓക്സിഡൈസിങ് ഏജന്റിന് റിഡക്ഷൻ നടക്കുകയും Cl മൈനസിനെ ഓക്സിഡൈസ് ചെയ്യുകയും ചെയ്യും. സോ ദിസ് ഈസ് ദ ഗ്യാസ് Z. സോ XYZ നമുക്ക് കിട്ടിയില്ലേ? അതല്ലാതെ തന്നെ ഓപ്ഷൻ ഒറ്റയടിക്ക് കിട്ടൂലടാ. KMnO4X എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ആയില്ലേ? യു ഗെറ്റ് ദാറ്റ്? അപ്പൊ ഇങ്ങനെ റിയാക്ഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. റിയാക്ഷന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. Then comes the inner transition elements. Inner transition elementകളിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെ കിഷൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിർബന്ധമായിട്ട് പഠിക്കണം. ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിർബന്ധമായിട്ട് പഠിക്കണം. സോ യു ഹാവ് ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. ലാന്തനോയിഡുകളുടെ അറ്റോമിക് നമ്പർ ഇറ്റ് ഈസ് ഫ്രം 57 ആണ് ലെന്താണ്, 58 to 71 ലാന്തനോയിഡുകളും 90 to 103 ആക്ടിനോയിഡുകളും കൂടി വരുന്നവരാണ് ഇന്നർ ട്രാൻസിഷൻ എലിമെന്റ്സ് എന്ന് മനസ്സിലാക്കുക. സോ യു ഹാവ് ടു റിമെമ്പർ യു ഹാവ് ലന്താനം, സീരിയം, പ്രസിയോഡൈമിയം, നിയോഡൈമിയം, പ്രൊമിത്തിയം, സമേറിയം, യൂറോപ്പിയം, ഗഡോലിനിയം, ടെർബിയം, ഡൈസ്പോഷിയം, ഹോൾമിയം, ഇർബിയം, തൂലിയം, ജിട്രുബിയം, ലുട്ടീഷ്യം. ഇത്രയും ആൾക്കാരെ പഠിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഓക്സിഡേഷൻ സ്റ്റേറ്റും അയോണിക് അറ്റോമിക് സൈസുകളുമാണ് ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാ ചോദ്യം. അതുകൊണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ലിയാന നിർബന്ധമായിട്ടും പഠിക്കണം. ഒത്തിരി പ്രാവശ്യം ലാന്തനോയിഡ് ആക്ടിനോയിഡുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണും. സോ മെനി അൺസർട്ടനിറ്റീസ് ക്യാൻ ബി ഒബ്സർവ്ഡ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ലാന്തനോയിഡുകൾ എടുത്താൽ ഒരു ട്രിക്ക് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 4f2 കോൺഫിഗറേഷനും 4f8 കോൺഫിഗറേഷനും ലാന്തനോയിഡുകളിൽ അൺനോൺ ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ സീറിയം എന്ന് പറഞ്ഞാൽ 4f1 5d1 6s2 ആണ്. അപ്പൊ പ്രൊമിത്തിയത്തിലേക്ക് വരുമ്പോ സത്യത്തിൽ 4f2 5d1 6s2 എന്ന് കൊടുക്കണം. 4f2 5d1 6s2. പക്ഷെ 4f2 എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഓർത്തു വെക്കുക. സോ യു അണ്ടർസ്റ്റാൻഡ്. എന്ന f2നെ മാറ്റാൻ എന്താ വഴി? 5d എന്നുള്ള ഒരാൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ, എന്നിട്ട് 5d കട്ട് ചെയ്യ്, യു ഗെറ്റ് 4f3 6s2 സെറ്റ്. നിങ്ങൾ പ്രൊമിത്തിയത്തിലേക്ക് വന്നാൽ, ഐ മീൻ നിങ്ങൾ പ്രസിയോഡൈമിയത്തിലേക്ക് വന്നാൽ ദിസ് ഈസ് 4f3 6s2 ബിക്കോസ് 4f2 ഈസ് അൺനോൺ. ഇനി സക്സസീവ് ആയിട്ട് ഓരോ ഇലക്ട്രോണെ ഫില്ല് ചെയ്ത് പോയാൽ മതി. ദിസ് ഈസ് വെരി ഈസി. You have 4f4 6s2, 4f5 6s2, 4f6 6s2, 4f7 6s2, and then comes 4f8 6s2. But we are trapped because f8 is unknown. f8 ഇല്ല. അപ്പൊ നിങ്ങൾ വീണ്ടും 4f8ന് പകരം 4f7 5d1 ആക്കിയിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? 4f2 ഇല്ലാത്തത് കൊണ്ടാണ് 5ഡിയിലുള്ള ഇലക്ട്രോണിനെ എഫിൽ കൊണ്ടുവന്ന് 4f3 ആക്കി. നിലവിൽ 4f8 ഇല്ലാത്തതുകൊണ്ട് ഒരു ഇലക്ട്രോണിനെ 5ഡിയിലേക്ക് ജമ്പ് ചെയ്യാം. സോ യു ഗോട്ട് ഇറ്റ്. അപ്പൊ 4f8നെ സോൾവ് ചെയ്തു. പിന്നെ എന്താ? പിന്നെ നമുക്ക് കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ. അടുത്ത 4f9 4f10 4f11 4f12 4f13 4f14 14 കഴിഞ്ഞ് അടുത്ത ഇലക്ട്രോൺ 5d1ലേക്ക് വന്നു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഓഫ് ലാന്തനോയിഡ്സ് ആർ വെരി ഈസി. ആകെ ഓർമ്മിക്കേണ്ടത് 4f2 and 4f8 ആർ അൺനോൺ. ഇതാണ് ഓർമ്മിച്ചു വെക്കേണ്ടത്.
And now you consider the oxidation state. What are the oxidation state possible here? ഏതൊക്കെ oxidation state ഉണ്ടാവും? +2 ഉണ്ട്, +3 ഉണ്ട്, +4 ഉണ്ട്. +2, +3 എല്ലാവരും തരും. പക്ഷേ +4 എന്നുള്ളത് ഇത് ശ്രദ്ധിക്കണം. +4 എല്ലാവരും തരുന്നില്ല. You have cerium, praseodymium, neodymium, and you have this terbium and dysprosium. ഈ 5 പേര് മാത്രമേ +4 എക്സിസ്റ്റ് ചെയ്യുള്ളൂ. +3 ആണ് ഏറ്റവും സ്റ്റേബിൾ ആയിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ആൻഡ് വാട്ട് അബൌട്ട് സൈസ്? ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ സൈസ് കുറയും, ഈസി. അപ്പൊ ലെന്താനത്ത് നിന്ന് ലുട്ടീഷ്യത്തിലേക്ക് വരുമ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണ്. ഇത് ലെന്താനത്ത് നിന്ന് ലുട്ടീഷ്യത്തിലേക്ക് വരുമ്പോൾ സൈസ് കുറഞ്ഞു വരും. അത്രയേ ഉള്ളൂ. എക്സെപ്റ്റ് യൂറോപ്പിയം. ഏറ്റവും വലിയ സൈസ് യൂറോപ്യത്തിനാണ്. യൂറോപ്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് ഏതാ? ലെന്താനം ടു ലുട്ടീഷ്യം. അത് മാത്രം ആലോചിക്കുക. ദിസ് ഈസ് അബൌട്ട് ദി അറ്റോമിക് സൈസ്. അയോണിക് റേഡിയസിൽ ഒന്നും നോക്കണ്ട. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ കുറഞ്ഞു വരും. സോ ദർ ഇസ് നോ എക്സെപ്ഷൻ. അതോടെ നിങ്ങൾ ഇത് പഠിച്ചു. പിന്നെ നിങ്ങളോട് ചോദിക്കുന്നത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്നാ. അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണ്ടേ, എന്നിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നുമായിരിക്കും നിങ്ങൾക്ക് ഇതിൽ വരാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക ചോദ്യങ്ങളും ഉണ്ടാവുന്നത്. റെഡി? അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ശ്രദ്ധിക്കുക. +2, +3, +4 ആണ്. സീരിയം, പ്രസിയോഡൈമിയം, നിയോഡൈമിയം, ടെർബിയം, ഡൈസ്പ്രോഷ്യം ആണ് +4 കാണിക്കുക. +2, +3 എല്ലാവരും കാണിക്കും. +3 ആണ് ഏറ്റവും കോമൺ. സൈസുകൾ ശ്രദ്ധിക്കുക. അറ്റോമിക് സൈസിൽ യൂറോപ്യം ആണ് കൂടുതൽ, ബാക്കി കുറയും. അയോണിക് റേഡിയസിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആക്ടിനോയിഡുകൾ കൺസിഡർ ചെയ്യുമ്പോൾ അഗൈൻ ഹൗ വിൽ യു ഗോ ഫോർ ദിസ്? യു ഹാവ് ആക്ടീനിയം, തോറിയം, പ്രൊട്ടാക്ടീനിയം, യുറാനിയം, നെപ്റ്റ്യൂണിയം എന്ന് പറഞ്ഞങ്ങ് പോകുന്നുണ്ട്. ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ലാന്തനോയിഡിന് +2, +3, +4 എന്ന് പറയുന്നത് പോലെയല്ല. ഇവിടെ ഇഷ്ടംപോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണാൻ കഴിയും. അതിലേറ്റവും ഹയസ്റ്റ് കാണിക്കുന്നത് ആ നോ പ്രോബ്ലം. കുറെ കാണിക്കാം, പ്രശ്നമൊന്നുമില്ല, നോ പ്രോബ്ലം എന്ന് ആലോചിക്കണം. അതും തൊട്ടടുത്തത് നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം ആണ് ഏറ്റവും ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാം. ചിലപ്പോൾ ചോദിക്കും യുറാനിയത്തിന്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? +6. അമേരിഷ്യത്തിന്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? +6. അപ്പൊ ബാക്കിയുള്ളവർക്കെല്ലാം +3 മാത്രമാണ് പോസിബിൾ. ഇവിടെ +3 ആണ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ആൻഡ് അഗൈൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 4f1 അൺനോൺ ആണ്. 4f1 അല്ല 4f അല്ല 5f1 5 and 5f8 ആർ അൺനോൺ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് 6d1 7s2 എന്ന് വന്നു. അടുത്തത് 6d1 7s2 5f1 ആയിരുന്നു വരേണ്ടത്. പക്ഷെ 5f1 ഇല്ലാത്തത് കൊണ്ട് അത് 6d-ലേക്ക് ചേക്കേറുന്നു. യു ഗെറ്റ് 6d2 7s2. എഫിൽ ഇലക്ട്രോൺ ഇല്ലാത്ത ഒരേ ഒരു എലിമെന്റ് തോറിയാണ്. 5f1 പോസിബിൾ അല്ല. ഇങ്ങനെ വേണം നിങ്ങൾ ഇതിന്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കാൻ. അപ്പൊ അത് കഴിഞ്ഞ് എളുപ്പമായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ടൈപ്പിലാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഉദാഹരണത്തിന്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ലാന്തനൈഡ് എക്സിബിറ്റ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിത്ത് ഡയാമാഗ്നറ്റിക് ബിഹേവിയർ എന്ന് ചോദിച്ചു. Can you give the answer? Just try to give the answer. നിങ്ങൾക്ക് അറ്റോമിക് നമ്പറുകളൊക്കെ തന്നിട്ടുണ്ട്. നിയോഡൈമിയം 60, ട്രിബിയം 70, യു ഹാവ് ലന്താനം 57 ആൻഡ് സീരിയം 58 എന്നിങ്ങനെ അറ്റോമിക് നമ്പറുകളൊക്കെ തന്നിട്ടുണ്ട്. യെസ്, ജസ്റ്റ് ഗിവ് മീ. ഏതായിരിക്കും? ഡയാമാഗ്നറ്റിക് ആവണമെന്ന് നിർബന്ധമുണ്ട്. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും ആയിരിക്കണം. ഡയാമാഗ്നറ്റിക് ആവണമെങ്കിൽ ഒന്നുകിൽ F0 അല്ലെങ്കിൽ F14 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവണം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ലന്താനത്തിനെ ആലോചിച്ചു കഴിഞ്ഞാൽ ലന്താനം തൊട്ട് ലുട്ടീഷ്യം വരെയാണ്. ലന്താനത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്കറിയാം 5d1 6s2. ലുട്ടീഷ്യത്തിൻ്റെത് 4f14 5d1 6s2 ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. Which is your answer? ലന്താനം +2 ചെയ്താലും നിങ്ങൾക്ക് ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അത് വരൂലല്ലോ.
ഹിയർ യു ഹാവ് ടു റിമെമ്പർ. സാരമില്ല ലിയാന, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ലുട്ടീഷ്യത്തിന് മുന്നേ നമ്മൾ ഒന്ന് പഠിച്ചിട്ടില്ലേ? ലാസർ വാസ് പ്രിസൈഡിങ് എ ന്യൂ പ്രോഗ്രാം വിത്ത് സമർ ഇൻ യൂറോ. ഹി വാസ് ഗിവൺ വിത്ത് എ വെരി ഗുഡ് ടാബ് ടു ടേക്ക് ഇറ്റ് ഹോം എന്നൊക്കെ പറഞ്ഞ് അവസാനം ഭയങ്കര വൈബിലാണ് ലക്നൌവിലുള്ളതെന്നാ നമ്മൾ പറഞ്ഞേ. ആൻഡ് വാട്ട് ഈസ് യുവർ വൈബ്? യിട്രിബിയം which has a configuration 4f14 6s2. എടാ ഇതിനേക്കാൾ ഒന്ന് കുറച്ചാ പോരെ? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ രണ്ടെണ്ണം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് F14 എന്ന് പറയുന്നത് യിട്രിബിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾ പഠിക്കണം. നോക്കിയേ 2021 ചോദ്യം. ഈവൺ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ജർമേനിയം, അത് ജർമേനിയത്തിന്റെ കേസാണ്. വാട്ട് ഈസ് ദി ആൻസർ? ദാറ്റ്സ് എ നോർമൽ ക്വസ്റ്റ്യൻ. That is Germanium actually, right? ജർമേനിയം ഉണ്ട്. ജർമേനിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കാർബൺ സിലിക്കൺ ജർമേനിയം ആണ് അല്ലേ? അപ്പൊ ജർമേനിയത്തിന്റെ കേസിൽ എത്ര ആൾക്കാരായിരിക്കും? ജർമേനിയത്തിന്റെ കേസിൽ എത്ര ആൾക്കാർക്കാണ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആൾക്കാർ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്? M is equal to 0. ജർമേനിയത്തിന് X കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ആണ്, M വാല്യൂ 0 ആയിട്ടുള്ളത്. എത്രയാണ്? Carbon silicon germanium. Carbon is 2s2 2p2, so that silicon is 3s2 3p2, so that germanium is 4s2 4p2. 4s2 4p2 എന്നുള്ളതാണ് ജർമേനിയത്തിന്റെ കോൺഫിഗറേഷൻ. അപ്പോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇതിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കുന്ന എത്ര പേരുണ്ട്? എമ്മിന്റെ വാല്യൂ 0 ആവണമെങ്കിൽ എല്ലിന്റെ വാല്യൂ മിനിമം 0 ആവണമല്ലോ അല്ലെ? എന്ന് പറഞ്ഞാൽ അത് എസ് ഓർബിറ്റൽ എന്നല്ലേ അർത്ഥം? 4s2 4p2. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് 1s കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, 2s കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, 3s കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, 4s കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പൊ 4s ഓർബിറ്റൽ ഉണ്ടെന്ന് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി. വിത്ത് M is equal to 0, L is equal to 0. ശരിയല്ലേ? അല്ലെ? ഇതാണ് ഒരു സാധ്യത. ഇനി അടുത്ത ചാൻസ് എന്താ? L1 ആണെങ്കിലും എമ്മിന്റെ വാല്യൂ -1 0 +1 ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോഴും എമ്മിന്റെ വാല്യൂ 0 ആവാലോ. യെസ്. L1 എന്ന് പറഞ്ഞാൽ അത് p ഓർബിറ്റലിനെ സൂചിപ്പിക്കുന്നതല്ലേ? നമുക്ക് 1p ഇല്ല, 2p ഉണ്ട്, 3p ഉണ്ട്, അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. 2pയിൽ തന്നെ 2pയിൽ വരുന്ന ഒരാളും 3pയിൽ വരുന്ന ഒരാളും, അപ്പൊ 2 പേരെ നമുക്ക് ഇതിൽ കിട്ടും. ശരിയല്ലേ? ഇനിയോ L is equal to 2 ആണെങ്കിൽ എമ്മിന്റെ വാല്യൂ -2 -1 0 0 പോസിബിൾ ആണ് എമ്മിന്. L2 ആയി എന്ന് പറഞ്ഞാൽ D ഓർബിറ്റൽ ആണ്. ഇവിടെ 3D ആണ് ഫിൽ ആയത്. ഇതൊന്നും ഒരാൾ വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രയാ? 4 S ഓർബിറ്റലിൽ നിന്നും പിയുടെ കേസിൽ 2p 3pയിൽ ഓരോരുത്തർക്ക് എമ്മിന്റെ വാല്യൂ 0 ആയിരിക്കും. 3Dയിൽ കുറെ 5 പേരുണ്ട്, അതിൽ ഒരാൾക്ക് എമ്മിന്റെ വാല്യൂ 0 ആണ്. സോ യു ഗെറ്റ് 7, റൈറ്റ്? ശ്രീലാൽ കിഷൻ 7 അല്ലേ? നിങ്ങൾ 3D വിട്ടുപോയോ? യു ഗെറ്റ് 7 ആണ് കിട്ടുന്നത്. യെസ്. Europium ion is a strong reducing agent in spite of its ground state electronic configuration. Ground state electronic configuration നോക്കുമ്പോ that's okay ശ്രീലാൽ. You have to be more careful. ടെൻഷൻ ആയിട്ട് അത് തെറ്റിച്ചു പോകരുത്. എവറിബഡി ലിസൺ ടു ദാറ്റ്. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. എസ്പെഷ്യലി ഇപ്പൊ തന്നിരിക്കുന്നതൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഇഫ് യു അനലൈസ് ദി ക്വസ്റ്റ്യൻസ് ആർ ഈസി directly from the NCERT only, but you have to be little more vigilant when you go for the options or when you write this type of question. കേട്ടോ? You know that. അപ്പൊ എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് ഇരുന്ന് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഓവർ ടെൻഷൻ വിൽ ബി ഡേഞ്ചർ. യെസ്. വീണ്ടും നിങ്ങൾക്ക് വന്നിരിക്കുന്ന ചോദ്യം ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെയാണ്. സോ ഐ വിൽ ഷോ യു 2 or 3 more questions so that we will wind the session. Europium 2+ ion is a strong reducing agent in spite of its ground state electronic configuration. അപ്പൊ നിങ്ങൾക്ക് യൂറോപ്യത്തിന്റെ കോൺഫിഗറേഷൻ അറിയണം, which is actually 4f7 6s2. അതാ ഞാൻ പറഞ്ഞത്. യൂറോപ്യം +2 എന്ന് പറയുമ്പോഴേക്ക് 4f7 ആണ്. അപ്പൊ നിങ്ങൾക്ക് വരുന്നത് 4f7 ആണ്. This is very important. And see another question where the number of s electrons are asked.
in the ground state electronic configuration of neptunium. Appo neptunium no problem. Neptune ennu parnja ningalku manasilavanda karyam act like or protect like you have no problem, where you have 5f4. ശരിക്കും 5f5 7s2 എന്ന് വരണം, പക്ഷെ 5f5 പോസിബിൾ അല്ല. ഇറ്റ് ഈസ് 5f4 6d1 7s2. അപ്പൊ ഇതിൽ എത്ര എഫ് ഇലക്ട്രോണുകൾ ഉണ്ട് എന്നാ ചോദിക്കുന്നത്. 4f ഫില്ലായിട്ടുണ്ടാവും, 5f 4 ആണ്. അപ്പൊ ടോട്ടല് എഫ് എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ 18 പേരാണ് എഫിൽ വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും വ്യാപകമായി നിങ്ങൾക്ക് ഇതിൽ ക്വസ്റ്റ്യൻസ് വരും. 2021 എത്രമാത്രം ചോദ്യമാണ് ഓരോ ഷിഫ്റ്റിലും ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. മേക്ക് ഷുവർ ദാറ്റ് യു സ്റ്റഡി ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെരി വെൽ ബിഫോർ യുവർ എക്സാം. അതിന് ഒരു തരത്തിലുള്ള മടികളും വിചാരിക്കരുത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഗൈൻ സീ ദ ക്വസ്റ്റ്യൻ. What is the number of 4f electrons in the ground state electronic configuration of GD2+? Gadolinium ennu paranjal it is 4f7 5d1 6s2. And you are asked GD2+, where you get 4f7 5d1, you still have 7f electrons. appadum namakku 7 electrons കാണുന്നുണ്ട്. 2021 ചോദ്യമാണ്. See another question. What is the number of f electrons present, 4f electrons present in holmium plus 3? So you need to remember that holmium is 4f11 6s2. And what about holmium plus 3? You get 4f10 6s0. There are 10f electrons. 10f electrons are avade undavunnathu. So these types of questions are very relevant. ഭയങ്കര പ്രധാനപ്പെട്ടതാണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം അത്. So you have to study this electronic configuration. ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. പിന്നെ നിങ്ങൾക്ക് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ that will be നോർമലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ്. ഫോർ എക്സാമ്പിൾ യു സീ ഹിയർ E0 വാല്യൂ ഓഫ് സീരിയം 1.74 ആണ്. അതിന്റെ അർത്ഥം എന്താണ്? സീരിയം പ്ലസ് 4 സീരിയം പ്ലസ് 3 ആയിട്ട് മാറുന്നു. E0 വാല്യൂ കൂടുതൽ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ പെട്ടെന്ന് നടക്കുന്നു എന്നും, നടക്കാനുള്ള കാരണം അത് സ്റ്റേബിൾ ആയിട്ട് മാറുന്നു എന്നുമാണ് അർത്ഥം. സോ CE4 പ്ലസ് CE പ്ലസ് 3 ആയിട്ട് മാറുന്നു പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ CE പ്ലസ് 3 is more stable. അപ്പൊ അടുത്ത രണ്ടാമത്, സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. സീരിയം ഈസ് മോർ സ്റ്റേബിൾ ഇൻ +4 ദാൻ +3. നോ, +3 കൂടുതൽ സ്റ്റേബിൾ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് ദ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. ഇവൻ ബാക്കി വന്നിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ആർ ബേസിക്കലി ഫ്രം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. റെഡി? സോ അങ്ങനത്തെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ട്. സീ ദ ലാന്തനോയിഡ് ദാറ്റ് ഡസ് നോട്ട് ഷോ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഞാൻ പറഞ്ഞു സീരിയം, പ്രസിയോഡൈമിയം, നിയോഡൈമിയം, ടെർബിയം ആൻഡ് ഡൈസ്പ്രോഷ്യം. ഈ 5 പേര് മാത്രമേ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുള്ളൂ. ഡൈസ്പ്രോഷ്യം, സീരിയം, യൂറോപ്യം, ടെർബിയം. സോ +4 കാണിക്കാത്തതാരാ? യൂറോപ്യം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ലാന്തനോയിഡുകളുടെ ആപ്ലിക്കേഷനിൽ മിഷ് മെറ്റൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വേറെ 95% ലാന്തനോയിഡും അയണും ആണ്. ദാറ്റ്സ് ഓക്കെ. പക്ഷെ അതിനുശേഷം വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഐഡിയ ഓഫ് ദി ഹോൾ ചാപ്റ്റർ. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ എഫ് ബ്ലോക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ബേസിക്കലി കോൺഫിഗറേഷൻ ആൻഡ് ഓൾസോ മാഗ്നറ്റിസം ചോദിക്കാം. പക്ഷെ അത് പറയണമെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഗറേഷൻ അറിയണം. That's about this session, dears. Wish you all the very success ahead. അടിപൊളിയായിട്ട് ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്യണേ. കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. റീഡ്, do a lot of problems. That makes your concept well clear. Thank you guys. Good night. Have a nice day.